പ്രിയമുള്ളവരെ, വലിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ ചർച്ച ഇതൊരു അവസാനിക്കുന്ന ചർച്ചയല്ല, അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിഷയം. അല്പം ചില കാര്യങ്ങൾ ബറക്കത്തിന് വേണ്ടി നമുക്ക് സംസാരത്തിലൊക്കെ പറഞ്ഞ് കേട്ട് അതിൻ്റെ ബറക്കത്ത് നേടി നമുക്ക് പിരിഞ്ഞു പോകാം. അള്ളാഹു എന്താണെങ്കിലും വളരെ പ്രൗഢമായിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ഈ ഒരു വലിയ മജ്‌ലിസ് ഇവിടുത്തെ സുന്നത്തി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും വിളിച്ചൊരുക്കിയതിൽ അള്ളാഹു എന്താണെങ്കിലും വലിയ പദവി ഈ തെക്കൻ ഭാഗങ്ങൾക്കും നാടിനും മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നൽകും എന്നതിൽ നമുക്ക് സംശയമില്ല. അള്ളാഹു നൽകുമാറാകട്ടെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. അതിൻ്റെ ഓരോ പാർട്ടുകൾ ഇന്ന് നമ്മൾ ചർച്ചകൾ ഈ ഒരു ഹിജറ ചരിത്രത്തോടു കൂടി നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പഠനം തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അത് തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്. മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന മഹത്തായ ഒരു വലിയ ഒരു ശക്തിയെക്കുറിച്ചാണ് അള്ളാഹു ലോകം പടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിൽ മുത്തസിഫായ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അള്ളാഹ് ഉള്ളപ്പോഴേ ഉള്ള ഒരു തത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതായിട്ടല്ല ഖുർആനിൽ പറഞ്ഞ എല്ലാ ആയത്തുകളും അള്ളാഹുവിൻ്റെ ദാത്ത് നിലകൊള്ളുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിൽ മുത്തസിഫായ വിശേഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ കലാം. അത് വിശ്വസിക്കുന്നവരാണ് സുന്നത്തി ജമാഅത്തിൻ്റെ അഖീദയിൽ വിശ്വസിക്കുന്നത്. നമ്മൾ ഖുർആൻ സൃഷ്ടിയാണെന്നോ മുഹ്ദസാണെന്നോ വിശ്വസിച്ചാൽ അവൻ ളാലുൻ മുളിലുമായി മാറും. അള്ളാഹു അത്തരക്കാരെ കൂട്ടത്തിൽ നിന്നും നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. ഇങ്ങനെ തുടങ്ങി അല്ലാഹു തആല റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്താണ് മുഹമ്മദുൻ. മുഹമ്മദാകുന്നത് റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ റസൂലാണ്. ആരാണ് ഈ മുഹമ്മദ്? അള്ളാഹ് ഉള്ളപ്പോഴേ ഉള്ള അള്ളാഹിൻ്റെ കലാമിലുള്ളതാണ്. അന്ന് റസൂലുള്ളാഹിനെ ഈ ലോകത്ത് ഇദ്ഹാർ ചെയ്തിട്ടില്ല. മുഹമ്മദുൻ, മുഹമ്മദാകുന്നത് റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ റസൂലാണ്. ഈ മുഹമ്മദ് എന്ന നാമത്തെക്കുറിച്ച് വലിയ വലിയ മഹാന്മാരൊക്കെ വലിയ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുഹമ്മദുൻ എന്ന് പറയുമ്പോൾ അതിൽ 4 അക്ഷരമാണ്. മീമ് ഹാ ദാല് 3 അക്ഷരമാണ്. ഒരക്ഷരത്തിന് ശ്രദ്ധുണ്ട് എന്ന് മാത്രം. അങ്ങനെയാണ് മുഹമ്മദ്. മീമ് ഹാ മീമ് ദാല്. ദലായിലുൽ ഖൈറാത്ത് സ്വലാത്തിൽ വ്യാഴാഴ്ച ഓതുന്ന ഖലീഫയിൽ കാണാം ഈ ഇസ്മിനെ സംബന്ധിച്ചൊരു സൂചന. ഇത് മുഹമ്മദ് എന്ന ഇസ്മിനെ കുറിച്ചാണ് മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹത്തായ വലിയ കറാമത്ത് കൊണ്ട് ഈ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ഖലീഫയാണ് ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് ചൊല്ലുക എന്നത്. അത് നിറഞ്ഞു നിൽക്കുന്നത് റസൂലുള്ളാഹിന്റെ ഔസാഫുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളാണ്. ആ കിതാബ് തസ്നീഫ് ചെയ്യാൻ കാരണം മഹാനവറുകളും കൂടെയുള്ളവർ യാത്ര ചെയ്യുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. അപ്പോൾ ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിന് വേണ്ടി ഒരു കിണറിന്റെ വക്കിലെത്തിയപ്പോൾ കിണറിലുള്ള വെള്ളം കിണറ്റിന്റെ അടിഭാഗത്തെ ആഴത്തിലാണ് ഉള്ളത്. ഇറങ്ങി മുക്കാൻ നിർവാഹമില്ല, മുക്കിയെടുക്കാൻ കോരിയുമില്ല. എന്ത് ചെയ്യും? വെള്ളം കിട്ടാൻ. വെള്ളം ഉണ്ടാകുമ്പോൾ തയമോട്ട് ചെയ്യാൻ പറ്റൂല. കിട്ടുമെന്ന് നോക്കണമല്ലോ, അതിന് പരിശ്രമം നടത്തണമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവരും അനുയായികളും കൂടി കിണറിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ കിണർ നിൽക്കുന്നതിന്റെ മേൽഭാഗത്ത് ഒരു ചെറിയ പുരയിന്റെ ഭാഗത്തുനിന്ന് ഒരു തമീസുള്ള ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ നോക്കുന്നത്?
അപ്പോൾ പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് ഒതുണ്ടാക്കാൻ വെള്ളം വേണം, വെള്ളം മുക്കാനുള്ള പാത്രം ഞങ്ങളെ കയ്യിലില്ല, കോരിയില്ല, ഇറങ്ങിയെടുക്കാനൊട്ട് കഴിയൂല. അതിലാ കുട്ടി ഉടനെ ഓടി വന്ന് ഈ കിണറ്റിലേക്കൊന്ന് എത്തി നോക്കി, ഒന്ന് തുപ്പി. ആ തുപ്പിയപ്പോഴെന്ത് ചെയ്തു, ആ കിണറ്റിലെ വെള്ളം മേൽപോട്ട് ഉയർന്നു വന്നു. സുലൈമാനുൽ ജസൂലി തങ്ങളും കൂടെയുള്ളവർ ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ ഒങ്ങി വന്ന അതിൽ നിന്ന് ഒതുവൊക്കെ ചെയ്തു, ശുദ്ധി വരുത്തി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഉടനെ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അല്ല മോളെ, മോൾക്ക് ഇത്രയും വലിയ പദവി കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ നാവിലെ എല്ലാ സമയവും ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മുത്തു റസൂലുള്ളാഹി തങ്ങളെ മേലിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാ ഫുൾ ടൈമും ഞാൻ റസൂലുള്ളാഹിന്റെ മേലിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഗുണമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. അന്ന് ബഹുമാനപ്പെട്ടവൻ അസ്മയാണ്, ഞാൻ എന്ത് ചെയ്യും, ഹബീബായ റസൂലുള്ളാഹിന്റെ മേലിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുകയും ലോകാവസാനം വരെയുള്ള ഉമ്മത്ത് അത് ചൊല്ലാനുള്ള ഒരു നല്ല ഒരു സൽക്കർമ്മം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഒരു സമൂഹത്തിന് പഠിച്ചെടുത്ത് സമർപ്പിച്ച ഏറ്റവും വലിയ ആത്മീയ ഉന്നതിയിൽ ഉയരാൻ കാരണമാകുന്ന ഒരു സ്വലാത്ത് കിതാബാണ് ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് കിതാബ്. സാന്ദർഭികമായി ഉണർത്തുകയാണ്, നമ്മളൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുന്നവരാണ്. മുത്തുനബി ആരാണെന്ന് നമ്മൾ അറിയാൻ പഠിക്കാൻ ആ ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് നമ്മൾ പതിവാക്കണം. ഓരോ ദിവസത്തെ ഹിസ്ബുകൾ, വ്യാഴാഴ്ച ഒന്ന്, വെള്ളിയാഴ്ച ഒന്ന്, തിങ്കളാഴ്ച ഒന്ന്, ശനിയാഴ്ച ഒന്ന്, ഞായറാഴ്ച ഒന്ന്, ചൊവ്വാഴ്ച ഒന്ന്, 7 ദിവസങ്ങൾക്കും അതിൻ്റെ ഹിസ്ബ് പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തിയ ഗ്രന്ഥം, പല രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മളെ കേരളക്കരയിലുള്ള ഉസ്താദുമാർ, കേരളത്തിലല്ല, ഇവിടുന്ന് തുർക്കിയിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർ, ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർ, മലേഷ്യയിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാർ, മദീനയിലൊക്കെ പോയാൽ കാണാം അവരിങ്ങനെ പരസ്പരം കൈ കൊടുക്കുന്നതും ഇജാസത്ത് കൊടുക്കുന്നതും കിതാബിന്റെ സ്വലാത്ത് കിതാബിന്റെ ഏട് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ കൈയാട്ടി നമുക്കും തരും, കൈ പിടിച്ചിട്ട്. അങ്ങനെയാണ്, അവർക്ക് യാതൊരു ബഖീൽ തരും ആ വിഷയത്തിലില്ല. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന വലിയ ലോകം അംഗീകരിച്ച ഒരു വലിയ സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. എല്ലാവരും ചൊല്ലണം. നമുക്ക് അല്ലാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനികളെ, അങ്ങനെ ആ സ്വലാത്തിൽ വ്യാഴാഴ്ചത്തെ വദീഫയിൽ കാണാം, റഹ്മത്തി മീമയിൽ മുൽക്കി വദാലി ദവാം. അപ്പൊ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഈ മഹത്തായ പേര് ഒരു വലിയ വിഷയത്തിലേക്കുള്ള സൂചനയാണ് പഠിപ്പിക്കുന്നത്. മുഹമ്മദിലെ റഹ്മത്തിന്റെ കാരണം റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, തങ്ങൾ ചരാചരങ്ങൾക്ക് മുഴുവൻ റഹ്മത്ത് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. അപ്പൊ റഹ്മത്തിന്റെ ആണ് ആ ആദ്യത്തെ മീം മിൽക്കിന്റെ മീമ, മുൽക്കിന്റെ മീം. മിൽക്കുണ്ട് മുൽക്കുണ്ട്, അവിടെ മുൽക്കിന്റെ മീം എന്നാണ്. റഹ്മത്തി മീമയിൽ മുൽക്കീന, അങ്ങനെയാണ് ലബുത്ത് വന്നിട്ടുള്ളത്, മിൽക്കീനല്ല. ഈ മിൽക്കി എന്ന് പറഞ്ഞാലും അർത്ഥം നമുക്ക് അവിടെ യോജിപ്പിക്കാൻ കഴിയും. മീമയിൽ മുൽക്കി, മുൽക്കിൽ നിന്ന് വന്ന റഹ്മത്ത്, അള്ളാഹു അവന്റെ വഹദത്തിൽ മാത്രം ഇരിക്കുന്ന അസലില് അത്രേ പറയാൻ പറ്റുള്ളൂ. കാലം എന്ന് പറയാൻ പറ്റൂല, കാലം മഖ്ലൂക്കാണ്. അപ്പൊ കാലം എന്ന് പറയാൻ പറ്റൂല, ആ കാലത്തിൽ നിന്ന് പറയാൻ പറ്റൂല, അസലിയായ കാലം എന്ന് പറയാൻ പറ്റൂല. കാരണം സമാനില്ലല്ലോ. കാലം എന്ന് പറഞ്ഞാൽ സമാനല്ലേ. നമ്മൾ അർത്ഥം പറയുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് അർത്ഥം പറയണം. കുട്ടികൾക്ക് ഓതുമ്പോഴും ഓതി കൊടുക്കുമ്പോഴും ഒക്കെ മർത്തബക്ക് അള്ളാന്റെ ദാത്തിന് യോജിക്കാത്ത പരിഭാഷകൾ പറയരുത്. ഇത് മഹാന്മാർ നിഷിദ്ധമായി എതിർത്തതാ. ഹബീബ് റസൂലുള്ളാഹിനെ സംബന്ധിച്ചുള്ളൊരു വിശേഷണമാണ് ഉമ്മി, ഇല്ലേ? ഉമ്മി എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി നോക്കിയാൽ എന്താ അർത്ഥം കിട്ടുക? നിരക്ഷരൻ, ഒന്നും അറിയാത്ത ആള്. അങ്ങനെ അർത്ഥം പറയാൻ പറ്റുമോ റസൂലുള്ളാഹിനെ കുറിച്ച്? തങ്ങളെ കുറിച്ച് ഉമ്മി എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ, തങ്ങൾക്ക് എല്ലാം അറിയുന്നല്ലേ. തങ്ങളെ ഇൽമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അങ്ങനല്ലേ നമ്മൾ ബുർദയിൽ മുനാജാത്ത് നടത്തുമ്പോ യാക്രമ ചെല്ലുമ്പോ
നമ്മൾ ചൊല്ലലെന്താ? യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഉലൂ ലില്ലാഹി ലബിബി വലൻ യളിഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ كريم تجلى باسم منتقم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. ദുന്യാവിൻ്റെ ലറത്തും എന്ന ദുന്യാവിൻ്റെ ലറത്ത് ആഖിറം. ഇതിനെ ലറത്ത് എന്ന് പേര് വെച്ചത് അതൊക്കെ പഠിക്കേണ്ടതാണ്. രണ്ട് ചക്വൽത്തി പോലുള്ള സംഗതികളാണ് ഇത്, ദുന്യാവും ആഖിറും. ദുന്യാവ് ആഗ്രഹിക്കുന്നവർക്ക് ആഖിറ എതിരായിരിക്കും. അതുകൊണ്ട് ദുന്യാവിൻ്റെ ഒപ്പം വല്ലാതെ നിൽക്കാൻ പറ്റൂല. കാരണം ഒരു ഭാര്യൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ മറ്റേ ഭാര്യക്ക് എന്തേ കാര്യം. അങ്ങനെയാണല്ല അതിൻ്റെ ആ സ്വഭാവം ഉള്ളത്. അതിനാ ലറത്ത് എന്ന് ഉപയോഗിച്ചത്. ലറത്ത് എന്ന് പറഞ്ഞാൽ ചക്കുളത്തി എന്നാണ് നമ്മളെ നാട്ടിൽ പറയാ. ഇവിടെ കൊല്ലത്ത് എന്താ പറയാ നിങ്ങൾക്കറിയില്ല. സഹകളത്രം, സഹകളത്രം എന്നാണ് ഇവിടെ പറയാ. ചക്കുളത്തി, നമ്മളവിടെ ചക്കുളത്തി എന്ന് പറയും. ചക്കുളത്തി പോരെന്ന് പറഞ്ഞൊരു പോരനുണ്ട്. ചക്കുളത്തിമാര് തമ്മിലൊരു പോര് അങ്ങനെ ഉണ്ട്. ഇവിടെ സഹകളത്തി പോര് അങ്ങനെ പറയാം. അങ്ങനെ ലറത്ത് എന്ന് ഉപയോഗിച്ചത് ആഖിറും ദുനിയാവും കൂടി യോജിക്കൂലാതാ. അങ്ങനെ അവിടെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് ഒമിൻ ഉലൂമിക, തങ്ങളെ ഇൽമിന്റെ ഒരു അംശയം മാത്രമാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി. എവിടുത്തെ അറിവ്? ലൗഹിലും ഖലമിലും അറിവ്. ആരാ അറിവിന്റെ ഒരു ജുസുവാണ്. ഒമിൻ ഉലൂമിക തബഈലിന്റെ മിന്നാണ്. തങ്ങളെ ഇൽമിൽ പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി. അപ്പൊ തങ്ങളെ കുറിച്ച് ഉമ്മി എന്ന് പറഞ്ഞാല് ഏതർത്ഥം പറയാൻ പറ്റൂല, നിരക്ഷരം എന്നൊന്നും ചെയ്യാൻ പറ്റൂല. അർത്ഥം അവിടെ പറഞ്ഞു പോകരുത്. അപ്പൊ നമ്മളെ ഉസ്താദന്മാരെന്താ ഉമ്മീന് അർത്ഥം പറയാ? കേട്ട് പഠിച്ച ഓതി പഠിച്ച അറിവാർക്കില്ല, തങ്ങൾക്കില്ല. തങ്ങൾക്ക് ഒമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹിയിൽ കൂടിയ ഇൽമല്ലാത്ത ഇൽമ ആർക്കില്ല, തങ്ങൾക്കില്ല. അത് മാത്രമാണ് തങ്ങളെ ഇൽമ്. അപ്പൊ ഉമ്മീന് ഡിക്ഷണറി നോക്കിയിട്ടൊന്നും കുട്ടികൾക്ക് അർത്ഥം പറഞ്ഞ് അവിടുത്തെ ഖദറിനോ ജലാലിനോ യോജിക്കാത്ത പദങ്ങൾ നമ്മൾ പറഞ്ഞു പോകരുത്. എപ്പോഴും സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ വേടുകൾ വിശദീകരിക്കുമ്പോ അഖീദക്ക് കേടില്ലാത്ത നിലക്കാകണം വേടുകൾ വിശദീകരിക്കുന്നത്. ഇതാണ് സുന്നത്തി ജമാഅത്ത്. വിദേഹത്തുകാർക്ക് എന്തും പറയാം. ഓല അങ്ങനെയാണല്ലോ ഓല അവസ്ഥ. അല്ലാഹു തആല നമ്മളെ കൽബ് വിദഈയായ കൽബ് നമുക്കല്ല തരാതിരിക്കട്ടെ. അഖീദയിൽ ഉറപ്പുള്ള നല്ല കൽബ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ വിദേഹത്തെ അറിയാതെ സംഭവിച്ചു പോകും ഇതിന്റെ ഭാഷാർത്ഥമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് മുഹമ്മദൻ അള്ളാഹുവിന്റെ അധികാരം, ഏകനായ റബ്ബ് അവന്റെ സമ്പൂർണമായ അധികാരത്തില്, അവന്റെ വഹദത്തില്, അവന്റെ അഹദിയത്തില് എന്നൊക്കെ പറയും. വഹദത്ത്, അഹദിയത്തില്, അവന്റെ ഖിദമിയത്തില്, അവന്റെ വജൂദില്, അവനിങ്ങനെ അവന്റെ ദാത്ത് എല്ലാ അർത്ഥത്തിലും വളരെ ബഹുമാനത്തോടു കൂടി നിലകൊള്ളുമ്പോ അല്ലാഹു തആലാക്കൊരു ഇറാദത്ത്. ആ ഇറാദത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അള്ളാഹുവിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാ. അള്ളാന്റെ ഇൽമാണ് അള്ളാന്റെ കലാം. അള്ളാന്റെ ഇൽമാണ് ഏത്? അള്ളാഹുവിന്റെ കലാം. അതുകൊണ്ട് അള്ളാന്റെ കലാമ് വിശദീകരിച്ച് തീർക്കാൻ കഴിയൂല എന്നാണ്. ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജീനാ ബിമിസ്ലിഹി മദദ. ഇന്ന് കാണുന്ന സമുദ്ര ലോകം മഷിയായി തീർന്നാലും, വേറൊരായത്തിലുണ്ട് ഭൂമിയിലുള്ള മരങ്ങളും എല്ലാ വസ്തുക്കളും പേനകളായാലും ഒരുപാട് മഷികൾ ഈ ബഹ്റ് പോലെ ഇവിടെ കൊണ്ടുവന്നാലും അള്ളാന്റെ കലിമത്ത് വിശദീകരിച്ച് തീർക്കാൻ കഴിയൂല. പിന്നെ നമ്മളത് വിശദീകരിക്കാൻ നിന്നാല് അത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹ് തന്നെ അവന്റെ ഖുർആൻ മുഖേന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് വിശ്വസിക്കലാണ് സുന്നത്തി ജമാഅത്ത്. ഇതാണ് ഈമാൻ. അത് വിശ്വസിക്കുന്നവരെ മുസ്ലിമാവുള്ളൂ. അള്ളാഹു വിശ്വാസികളിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദുൻ, ഇത് അള്ളാഹുവിന്റെ കലിമാത്തിൽപ്പെട്ട ഒരു പദമാണ്. ആ പദത്തിന് മഹത്തുക്കൾ സൂചന പറയാണ്. അള്ളാഹുവിന്റെ അധികാരമാണ് ഇവിടെ ആദ്യം നടന്നത്. ആദ്യം നടന്നത് എന്താണ്? അള്ളാഹുവിന്റെ അധികാരം, മുൽക്ക്. മുൽക്ക് എന്ന മലിക്ക് എന്ന് പറഞ്ഞ വസ്തുണ്ടല്ലോ, അള്ളാഹ് എന്തുണ്ട്? മലിക്കുമാണ്, മാലിക്കുമാണ്. അള്ളാഹു മലിക്കുമാണ്, മാലിക്കുമാണ്. മിൽക്കിൽ നിന്ന് കുടിക്കപ്പെടുന്നത് മാലിക്കും,
മുൽക്കിൽ നിന്ന് പിടിക്കപ്പെടുന്ന വസ്തു മലിക്ക് എന്നാണ് നമ്മളൊക്കെ ലോകത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ മുൽക്കിൽ നിന്ന് പിടിക്കപ്പെട്ട ആ മലിക്ക് അള്ളാഹുന്റെ അധികാരത്തിൽ നിലകൊള്ളുമ്പോ അള്ളാഹ്ക്കൊരു ഇറാദത്ത്, എന്താ ഇറാദത്ത്? തന്റെ കലാമിലുള്ള ഇൽമനുസരിച്ച് തന്റെ ഹബീബിനെ ഇവിടെ ലോകത്ത് കൊണ്ടുവരണം. തന്റെ ഹബീബിനെ എന്ത് ചെയ്യണം? ലോകത്ത് കൊണ്ടുവരണം എന്നൊരു ഇറാദത്ത്. മനസ്സിലാവണില്ലേ? ഇറാദത്ത്. ഇറാദത്തില്ലാതെ ഒരു സംഗതി ഇവിടെ ഉണ്ടാവൂല. ആ ഇറാദത്ത് ഇവിടെ വന്നപ്പോ ആദ്യം ഉണ്ടായ മഖ്ലൂഖ്, അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ആ ആദ്യത്തെ മഖ്ലൂഖ് മുത്തു റസൂലുള്ളാഹി തങ്ങളെ നൂറ. കൊണ്ടൂർ ഉസ്താദൊക്കെ എപ്പോഴും ഏത് മജ്ലിസിൽ പോയാലും ഇഹ്യാ സുന്ന സനദ് ഗാനത്തിൽ സുലൈമാൻ ഉസ്താദ് നമ്മളൊരു 2 വാക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കി അറിഞ്ഞപ്പോൾ ഈ വരിയാണ് പാടിയത്. ആദി ഔവൽ മൈദരായി പാടച്ചി വെച്ച മുഹമ്മദ, ബദറിലും ബദൻ ലംഘിടുന്നവരെ കാണുവാൻ വിധിയേകല്ലാ, ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദി ഔവൽ മൈദരായി, ലോകത്ത് ആദ്യത്തെ സൃഷ്ടിയായി അള്ളാഹ് കൊണ്ടുവന്ന ആദ്യത്തെ മഖ്ലൂഖ്, അവ്വലു മഖ്ലൂഖ്, അഷ്റഫു മഖ്ലൂഖ്, അൻവറുൽ അൻവാർ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ നൂറാണ് അള്ളാഹു ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത്. ഈ നൂറിനെ കുറിച്ചാണ് മുഹമ്മദ് എന്ന പേര്. അള്ളാഹിന്റെ അധികാരത്തിലുള്ള ആ റഹ്മത്താകുന്ന നൂറ്. പിന്നെ ശ്രദ്ധുള്ള മീമാണ് അല്ലേ? ശക്തിയായ മുൽക്കില് ദായിമുൻ, ഇവിടെ ദായിമാണ്. ശക്തിയായ അധികാരത്തില് ദായിമാണെന്ന മഹാന്മാർ ഈ മുഹമ്മദ് എന്ന ഇസ്മിനെ അതിന്റെ 4 അക്ഷരം വെച്ച് വിശദീകരിക്കുന്നത്. അതിലേക്കുള്ളൊരു സൂചനയാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങൾ പറഞ്ഞത്. അള്ളാഹു ആ മുൽക്കിന്റെ അധികാരത്തിൽ നിന്ന് വന്ന മലിക്കായ റബ്ബിന്റെ അധികാരത്തിൽ നിന്ന് വന്ന ആദ്യത്തെ റഹ്മത്താകുന്ന മുത്തു റസൂലുള്ളാഹി എന്നും ശക്തിയായ അധികാരത്തില് എന്നും ദായിമുൻ. ഇവിടെ തങ്ങൾ അധികാരം നടക്കുള്ളൂ. തങ്ങൾ അധികാരമല്ലാതെ ഇവിടെ ഒന്നും നടക്കൂല. കാരണം ഏകനായ റബ്ബ് അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകൃതിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ മാത്രമേ നടക്കുള്ളൂ. ഇവിടെ പ്ലാവ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ? അത് ചക്കക്കുരുവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് തേങ്ങ കുഴിച്ചിട്ടാ ഏത് മുളക്കൂല. ഇവിടെ നാട്ടിലൊക്കെ മുളക്കലുണ്ടോ? മുളക്കുവോ? മാങ്ങരണ്ടി കുഴിച്ചിട്ടാ പ്ലാവ് മുളക്കുവോ? എന്താ മുളക്കുക? മാവേ മുളക്കുള്ളൂ. അതുപോലെ അത് പ്രകൃതിയുടെ സൃഷ്ടിപ്പിന്റെ നിയമമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ലോകത്ത് ഏത് വസ്തുവും ആരെ നൂറിൽ നിന്നാണ് ഉണ്ടായത്? മുത്തു റസൂലുള്ളാഹി ആദ്യത്തെ മഖ്ലൂഖ് അതാണ്. അത് മുഖേനല്ലാതെ അതിൽ കൂടിയല്ലാതെ നമുക്ക് ഒരു സംഗതി ഇവിടെ നേടിയെടുക്കാൻ കഴിയൂല. ലാവിന്റെ മരം ഉണ്ടാകണമെങ്കിലും കൊമ്പുണ്ടാകണമെങ്കിലും ഇല ഉണ്ടാകണമെങ്കിലും ചക്ക ഉണ്ടാകണമെങ്കിലും പഴം ഉണ്ടാകണമെങ്കിലും പഴത്തിന് കുരുണ്ടാകണമെങ്കിലും ആദ്യം ഒരു കുരു വേണം. വേണ്ടേ? വേണ്ട? ആദ്യൊരു കുരു വേണ്ട? വേണം. ആദ്യം ഒരു കുരു ഇവിടെ വജൂദിൽ ഉണ്ടാവണം. ആ കുരുവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അഖ്ലാഖ് മാത്രമേ പുറത്തേക്ക് പ്രകടമാകുള്ളൂ. അതുകൊണ്ട് ഞാൻ വേറൊന്നാകണമെന്ന് ഒരാൾ വിചാരിച്ചാലും എനിക്കങ്ങനെ വിചാരിച്ച് നടക്കാം. സംഗതി വേറൊന്നാകൂല. ഇവിടെയുള്ള വസ്തുക്കൾ മുഴുവനും മുഹമ്മദ് എന്ന ഒളിവിന്റെ ഒളിവാണ്. മുഹമ്മദ് എന്ന ഒളിവിന്റെ ഒളിവാണ്. മുഹമ്മദ് എന്ന ഒളിവിന്റെ നമ്മളെ വിഷയം സയ്യിദുനാണ് അല്ലേ? മറക്കാൻ പാടില്ല. ഇവിടെ ഉള്ളതൊക്കെ പിന്നെ കിതാബൊക്കെ ഓതുന്ന മൗലവിമാരെ കൂടുതലും കുറെ മുഹിബ്ബീങ്ങളും അതിന്റെ ഇടയിലുണ്ട്. റഹ്മാനായ റബ്ബ് മുത്തു റസൂലുള്ളാഹിനെ കുറിച്ച് അറിയേണ്ടത് അറിയാൻ, പഠിക്കേണ്ടത് പഠിക്കാൻ, നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, നൽകി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പൊ എന്താ മുഹമ്മദിന്റെ അർത്ഥം? എന്താ മുഹമ്മദിന്റെ അർത്ഥം? എന്താ? അള്ളാഹിന്റെ അധികാരത്തിൽ നിന്നും വന്ന ഉണ്ടായ റഹ്മത്ത് അള്ളാഹിന്റെ ശക്തിയായ അധികാരത്തിൽ എന്നെന്നും ദായിമുൻ. ദായിമുൻ. അതുകൊണ്ട് തങ്ങളെ വീട്ടൂപ്പ് അവരെ ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് തങ്ങളെ
നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതേ അല്ലാഹു തആല പ്രകൃതിയിൽ ഈ ലോകത്തിന് അടിസ്ഥാനപരമായ സബബായി കൊണ്ടുവന്നത് മുത്തു റസൂലുള്ളാഹി തങ്ങളാകുന്ന നൂറിനെ ഇവിടെ കൊണ്ടുവന്നു. അതാ മുഹമ്മദുൻ. ആ ഒരു വലിയ നൂറാകുന്നത് റസൂലുള്ളാഹ്. അതാണ് ആയത്ത് പറഞ്ഞത്. ആരാ റസൂലാണ്? അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഈ റസൂൽ എന്ന റാ, അത് റഹ്മത്തിന്റെ റാ, സീന് സആദത്തിന്റെ സീന്, വാവ് വിഖായത്തിന്റെ വാവ് അല്ലേ? ഈ റസൂൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട്? റാ, സീന്, വാവ്, ലാം. റാ റഹ്മത്തിന്റെ റാ, അല്ലെങ്കിൽ റഊഫത്തിന്റെ റാ. റഊഫ് എന്ന് പറഞ്ഞിട്ടില്ലേ? തങ്ങളെ കുറിച്ച് എന്ത് വന്നിട്ടുണ്ട്? റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റാ, സീന് സആദത്തിന്റെ സീന്, സയ്യിദാകണമെങ്കിൽ സആദത്ത് അവിടുന്ന് കിട്ടണം. വാവ് വിഖായത്തിന്റെ വാവ്, നമുക്ക് നരകത്തെ തൊട്ട് കാവല് കിട്ടണമെങ്കിൽ ആരിൽ നിന്ന് കിട്ടണം? മുത്തു റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടണം. ലാമു ലുത്ഫിന്റെ ലാമ്, എല്ലാ ലുത്ഫും എല്ലാ കാരുണ്യവും കിട്ടണമെങ്കിൽ ആരുടെ നിന്ന് കിട്ടണം? ഹബീബ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കിട്ടണം. ഇതാണ് കിട്ടും. ഖുർആൻ നല്ലോണം പഠിച്ചാല്, ഖുർആൻ നല്ല വിശദമായി പഠിച്ചാല് ഈ മുഹമ്മദുർ റസൂലുള്ളാഹ് അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തങ്ങൾക്കുണ്ട് എന്ന് ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ വിളിച്ചോതി തരും. പഠിക്കണം. പരിഭാഷ വായിച്ചാൽ പറ്റൂല, നല്ലതുപോലെ ഓതി പഠിക്കണം. അങ്ങനെ ഓതി പഠിക്കുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് നമ്മളെ ഖാദിസിയ്യ. അല്ലാഹു ഉയർച്ചയിലേക്ക് അല്ലാഹു ഉയർത്തട്ടെ. നമ്മളൊക്കെ ദർസുകളും ഉലൂമുകളും തഅല്ലുമും തഅലീമും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉയരാനുള്ള ദർസുകളായി അല്ലാഹു ആക്കി തരട്ടെ. അങ്ങനെ അറിയേണ്ടത് അറിയണം, പഠിക്കേണ്ടത് നമ്മൾ പഠിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദാകുന്നത് എന്താ? മുഹമ്മദൻ അള്ളാഹിന്റെ അധികാരത്തിൽ നിന്ന് വന്ന് ശക്തിയായ അധികാരത്തിൽ നിലകൊള്ളുന്ന ആ മഹത്തായ നൂറ് ഇവിടുത്തെ റഹ്ഫത്താണ്, ഇവിടുത്തെ സആദത്താണ്, ഇവിടുത്തെ വിഖായത്താണ്, ഇവിടുത്തെ ലുത്ഫാണ്. എന്താ നമുക്ക് വേണ്ടത്? എല്ലാം അവിടുന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് ഖുർആൻ സമ്പൂർണമായി പഠിച്ച് ഹബീബ് റസൂലുള്ളാഹിന്റെ ജീവിതം സമ്പൂർണമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടേ പറ്റൂ. പഠിക്കാത്തതാണ് നമ്മുടെ ജഹാലത്തിന് കാരണം. അള്ളാഹു ജഹിലും ഉറക്കമായ അവസ്ഥ തരാതിരിക്കട്ടെ. അറിവില്ല എന്നുള്ള അറിവില്ലാതിരുന്നാൽ പല കുഴപ്പവും ഇവിടെ സംഭവിക്കും. അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നമ്മളടിയിൽ നിന്ന് പല ഇത്തിക്കണ്ണികളും പ്രത്യക്ഷപ്പെടാൻ കാരണം. അതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് സലാമത്താക്കി തരട്ടെ. ഇത് അള്ളാഹു തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ശരിക്കും കൊടുത്തിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു വല്ലദീന മഅഹു, തങ്ങളെ കൂടെ നിൽക്കാനും ബന്ധപ്പെടാനും കഴിയുന്ന ആൾക്കാര്, അശിദ്ദാഉ അലൽ കുഫാരി, ഇത് നിഷേധിക്കുന്നവരോട് വലിയ മാനസിക ശുദ്ധത്തുള്ള ആൾക്കാരാണ്. ഈ മുഹമ്മദുർ റസൂലുള്ളാഹി നിഷേധിക്കുന്ന ആൾക്കാരില്ലേ, അവരോട് മാനസികമായി വലിയ ശുദ്ധത്തുള്ള ആൾക്കാരാണ്. ആരാണ് കൂടെ ഉള്ളവര്? അപ്പൊ തങ്ങളെ പാർട്ടിക്കാര്, തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആരോട് മാനസികമായ വലിയ ശുദ്ധത്ത് വേണം? ആരോട്? ഈ സത്യം നിഷേധിക്കുന്നവരോട്. ഈ സത്യം അംഗീകരിക്കുന്നവരോടോ? റുഹമാഉ ബൈനഹും, ഒരു പരസ്പരം വലിയ കാരുണ്യമുള്ളവരാ, അവർ പരസ്പരം വലിയ ബന്ധമുള്ള ആൾക്കാരാ. റുഹമാഉ ബൈനഹും, അവരടയാളം എന്താണ്? തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അവരിങ്ങനെ നിസ്കരിക്കും, റുക്ഉ ചെയ്യും, സുജൂദ് ചെയ്യും. എല്ലാ ഗുണങ്ങളിലും അവരിൽ പ്രകടമായി ഇങ്ങനെ കാണാൻ തുടങ്ങും. ഇങ്ങനെ അല്ലാഹു തആല അർത്ഥം ഉദ്ദേശിച്ചത് വലിയ വലിയ മുഫസ്സിരീങ്ങൾ തഫ്സീറിന്റെ ലോകത്ത് വളരെ കൃത്യമായി വിശദാംശം നൽകിയിട്ടുണ്ട്. ഉസ്താദുമാരൊക്കെ നല്ലോ മുത്താലാ ചെയ്യണം. ഞാൻ എന്നോടാണ് പറയുന്നത്, നിങ്ങളോടല്ല. പണ്ട് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതിയപ്പോ ഫസ്ലുന്ന് പറയുന്നതിന് പകരം അലൈക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഫസ്ലുന്ന് മൂപ്പരാണ് അതിന്റെ മുഖദ്ദിമി പറയുന്നുണ്ട്. ഞാൻ അലൈക്ക കൊണ്ടാണ് തുടങ്ങുന്നത്. ഈ അലൈക്ക കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് എന്റെ നഫ്സാണ് എന്ന് പറഞ്ഞു, ഒന്ന് എന്റെ നഫ്സാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് വസിയത്ത് തേടിയ ഒരാളുണ്ട്, അദ്ദേഹമാണ് ഖാസായിട്ട്, പിന്നെ ആമായിട്ട് എന്റെ ഉപദേശം കേൾക്കാൻ തയ്യാറുള്ളവരുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വയത് പറയുമ്പോ പ്രധാനമായി നമ്മളോടാണ് പറയുന്നത്. നമുക്കൊക്കെ മുത്താല ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ അലൈക്ക ആ മേനാക്കാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. ഇത് അംഗീകരിക്കാത്തവനോട് വലിയ മാനസിക കാഠിന്യം നമുക്കുണ്ടാകണം, കടുപ്പുണ്ടാകണം.
മഹാന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടന്നുപോയാൽ വിഷയങ്ങളൊന്നും എവിടെയും നമുക്ക് പറഞ്ഞെത്തിക്കാൻ കഴിയൂല. നമ്മളെ മഹത്തായ വിഷയം സയ്യിദുനാണ് അല്ലേ? അല്ലാഹു തആല നമ്മളെ സയ്യിദ് മുത്തു റസൂലുള്ളാഹി ആദ്യത്തെ സൃഷ്ടിപ്പിൽ തന്നെ ഈ പ്രസംഗിക്കുന്ന ഈ അലീബാക്കവി എന്ന ഈ സാധനം ആരെ വജൂദിൽ നിന്ന് വന്നതാ? ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വജൂദിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വജൂദാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇതെൻ്റെ കൽബിൽ അംഗീകരിക്കുമ്പോൾ ഞാൻ മൂമിനാവും. അങ്ങനെ മൂമിനാകുമ്പോൾ എനിക്ക് തുറക്കപ്പെടേണ്ട കുറെ വാതിലുകളുണ്ട്, അടഞ്ഞു കിടക്കുന്ന കുറെ അധ്യായങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? തുറക്കപ്പെടും. അപ്പൊ തുറക്കപ്പെടണമെങ്കിൽ ആദ്യ അസ്ലി ഈമാൻ നമുക്കുണ്ടാകണം. ഏത് ഈമാൻ വേണം? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈമാൻ നമുക്കുണ്ടാകണം. ഇതില്ലാത്തവന് ഈ ബാബ് തുറക്കൂല. അതുകൊണ്ടാണ് അമുസ്ലിമായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ അത് മാത്രം പറഞ്ഞാൽ മുസ്ലിം ആകൂല. മുസ്ലിം ആകണമെങ്കിൽ ഏതുകൂടി പറയണം? ഏതുകൂടി പറയണം? അശ്ഹദു അന്ന മുഹമ്മദ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അതേ നാണയത്തിൽ ആ അശ്ഹദുവിന് എന്താ അർത്ഥാണോ അതേ അർത്ഥത്തിലുള്ള അശ്ഹദു തന്നെ ചെല്ലണം. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുകൂടി ചൊല്ലുമ്പോഴേ ഒരു അമുസ്ലിമിന് ആദ്യമായി ഈമാൻ എന്ന അധ്യായം തുറക്കപ്പെടുള്ളൂ. ആദ്യം ബാബ് അതിലേക്കുള്ള ഒന്നാമത്തെ വാതിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദുന എന്ന അധ്യായത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് അതിന്റെ ഒന്നാമത്തെ വാതില് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ മഹാന്മാർ നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട്. ഈ നൂറിനെ അല്ലാഹു ആദ്യമായി പഠിച്ചു. നമ്മളിവിടെ വിശ്വസിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ യഥാർത്ഥത്തിലുള്ള ഹഖീഖത്തിൽ മൗജൂദാരാ? അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താ? ലാ മൗജൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നമ്മൾ എത്തിച്ചേരേണ്ട അർത്ഥം ഏതാ? നമ്മൾ ലക്ഷ്യം വെക്കുന്ന അർത്ഥം ഏതാ? ലാ മൗജൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. അങ്ങനല്ലേ? ലാ മൗജൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. ഹഖീഖത്തിൽ മൗജൂദ് ആരല്ലാതെ ഇല്ല? അല്ലാതെ ഇല്ല. അങ്ങനല്ല അർത്ഥമുള്ളത്. ലാ ഹഖീഖത്ത് ലാ മൗജൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. ഹഖീഖത്തിൽ അല്ലാതെ മൗജൂദില്ല. പിന്നെ ചില കിതാബിലൊക്കെ ശറഹ് കൊടുക്കുമ്പോൾ ലാ മഅബൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ് അങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ലാ മഅബൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. വേറെ അർത്ഥം വന്നിട്ടുണ്ട് ലാ മഖ്സൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. ലാ മഖ്സൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. പല അർത്ഥ സ്ഥലങ്ങളുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുണ്ട്? ലാ മഅബൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. അവിടുന്ന് നമ്മൾ തുടങ്ങും. എന്നിട്ട് പിന്നെ നമ്മൾ എവിടേക്ക് എത്തും? ലാ മഖ്സൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹിലേക്ക് നമ്മൾ കടക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എവിടെ എത്തിച്ചേരും? ലാ മൗജൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. അവിടെ നമ്മൾ എത്തിച്ചേരും. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത് മഹത്തുക്കൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുറന്തൊലിയുണ്ട്, അകന്തൊലിയുണ്ട്, കഴമ്പുണ്ട്. കഴമ്പിന് കഴമ്പുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പുറന്തൊലിയുണ്ട്, അകന്തൊലിയുണ്ട്, കഴമ്പുണ്ട്. കഴമ്പിന് കഴമ്പുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തേങ്ങ പോലെയാണ്. ഇതുപോലെ തേങ്ങക്ക് ആദ്യം ചകിരി ഉണ്ടാകുക. ഏതാ ഉണ്ടാകുക? തേങ്ങാക്കൊലൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കണം. കൊലമ്മൽ ആദ്യം ഏതാ ഉണ്ടാകുക? ചകിരി ഉണ്ടാകുക. പിന്നെ കുറെ നെട്ടിയിൽ മുളച്ചു പൊന്തിയ തടിമരത്തിൽ തൂങ്ങി നിൽക്കുന്ന കൊലയിൽ നെട്ടി വട്ടാതെ ഉറച്ചു നിന്നാൽ അകന്തൊലി ഉണ്ടാവും, ചിരട്ട ഉണ്ടാവും. പിന്നെയാണ് ചിരട്ട വരിക. പിന്നെയാണ് ഏത് വരിക? ഇവിടെ തേങ്ങ ഇല്ലേ ഈ നാട്ടില്? ചിരട്ട. ചിരട്ട പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. മനസ്സിലാവും. അപ്പൊ പുറന്തൊലി. പിന്നെ ഉണ്ടാകുന്നത് അകന്തൊലി. എന്ത് ചെയ്യണം? വളർത്തിക്കൊണ്ടുവന്ന തടിമരത്തിൽ തൂങ്ങി നിൽക്കുന്ന കൊലയിൽ നെട്ടി പൊട്ടാതെ, നെട്ടി നല്ല ആക്റ്റീവായി, നെട്ടിക്ക് ആക്റ്റീവത വേണം. ഉടിയിൽ കിട്ടുന്ന എല്ലാ പോഷകങ്ങളും എല്ലാ ഔഷധങ്ങളും കൃത്യമായി നെട്ടിയിൽ കൂടി ആർക്ക് എത്തണം? തേങ്ങയിലേക്ക് എത്തുമ്പോൾ പിന്നെ വളരുന്നത് അകന്തൊലിയാണ്. പിന്നെ അതിൽ കാമ്പുണ്ടാവും. ഏതുണ്ടാവും? പിന്നെയാണ് തേങ്ങക്ക് എന്തുണ്ടാവുക? അത് ചെറിയ കരിക്കാകുമ്പോ പൊട്ടിച്ചു നോക്കി എന്തുണ്ടാവൂല? അതിൽ കഴമ്പൊന്നും ഉണ്ടാവൂല. എന്തുണ്ടാവൂല? കഴമ്പൊന്നും ഉണ്ടാവൂല. പിന്നെ കഴമ്പുണ്ടാവും.
പിന്നെ കഴമ്പിന് കഴമ്പുണ്ടാവും. ഏതാ കഴമ്പിന്റെ കഴമ്പ്? വെള്ളമല്ല, തേങ്ങ വെള്ളമല്ല. കഴമ്പിന്റെ കഴമ്പ് വെളിച്ചെണ്ണ. ഏതാണ് കഴമ്പിന്റെ കഴമ്പ്? ഏതാണ് കഴമ്പിന്റെ കഴമ്പ്? വെളിച്ചെണ്ണ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കഴമ്പിന്റെ കഴമ്പ് എത്തിയാല് ചിലവർ മനസ്സിലാക്കും വെള്ളമാണ്. വെള്ളമല്ല. ഏതാ കഴമ്പിന്റെ കഴമ്പ്? വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയിൽ എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിയാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ വെളിച്ചെണ്ണയിൽ ഇട്ടതുപോലെ ഉണ്ടാവും പപ്പടം. മനസ്സിലായ? അല്ലാത്തവർ നിസ്കരിക്കാൻ നിന്നാൽ പച്ചവെള്ളത്തിൽ പപ്പടട്ട കയ്യിലുണ്ടാവും. ഫർക്ക് മനസ്സിലാക്കിയാൽ മതി. ആ വ്യത്യാസമാണ് നമ്മളെ നിസ്കാരവും നമ്മളെ അമലും നമ്മളെ ദിക്റിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ നെറ്റിയിൽ ഉറച്ചി കഴമ്പിന്റെ കഴമ്പായി മാറാൻ അള്ളാഹ് നമുക്ക് തൗഫീക്ക് തരട്ടെ. പണിയെടുക്കണം. അതിന് വേറെ ഹൃദയം പറ്റൂല. ഒരേ ചിന്ത, ഒരേ ലക്ഷ്യം. ഈ വിഷയത്തിൽ ഒരുപാട് ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പോൾ സയ്യിദുന നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രിയമുള്ളവരെ, സയ്യിദുന നമ്മളെ നേതാവ് എന്ന് മാത്രം അർത്ഥം വെച്ചാൽ പോരാ, അതൊരർത്ഥം ഉണ്ട്. അങ്ങനെ ഇവിടെ റസൂലുള്ളാഹിക്ക് നമ്മൾ വെച്ച് 200-ലധികം ഇസ്മുകൾ നമ്മൾ ചെല്ലാറുണ്ട്. ദലായിലുൽ ഖൈറാത്തിന്റെ തിങ്കളാഴ്ചത്തെ വലീഫയിൽ റസൂലുള്ളാഹിന്റെ 200ഓളം വരുന്ന ഇസ്മുകൾ നമ്മൾ ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മൻ ഇസ്മുഹു മുഹമ്മദുൻ സല്ലല്ലാഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മൻ ഇസ്മുഹു അഹ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മൻ ഇസ്മുഹു അഹ്യദു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 200ഓളം ഇസ്മു ചൊല്ലും. ഓരോ ഇസ്മു എങ്ങനെ ചെല്ലണം? ഈ ചെല്ലണ രൂപത്തിൽ ചെല്ലണം. എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മൻ ഇസ്മുഹു മുഹമ്മദ്. അങ്ങനെ ആ എല്ലാ പേരും ചെല്ലണം. ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ചെല്ലണം. ഓരോ ഇസ്മിന്റെ കൂടെ ഏതും ചെല്ലണം? സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലണം. അപ്പോഴേ ദലായിലുൽ ഖൈറാത്ത് ദിക്റായി ചെല്ലലായി മാറുള്ളൂ. അള്ളാഹു ചെല്ലാൻ തൗഫീക്ക് തരട്ടെ. കുറച്ചൊരു ക്ഷമൊക്കെ വേണ്ടി വരും. ഇതിന് എപ്പോഴാ ചൊല്ലിക്കയ്യ? അതിനല്ല ആയുസ്. ആയുസ് പറഞ്ഞതിനുള്ളതിനല്ലേ? അത് ചെല്ലാൻ തന്നെയാണ് ആയുസ് അള്ളാഹു തന്നിട്ടുള്ളത്. അത് തീരുമ്പോൾ തീർന്നാൽ മതി. അത് തീരോളം ചെല്ലൽ തന്നെ അതിൻ്റെ പണി. അത് എപ്പോഴാ ചീറലെന്ന് നോക്കലല്ല, അത് തീരോളം ചെല്ലുക, അതിൻ്റെ പൂർണ്ണമായ ശൈലിയിൽ ചൊല്ലുക. അപ്പം നമ്മളും സയ്യിദും കൂടി ഒരു ചെറിയ കണക്ഷൻ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങും. ചെറിയ ബന്ധങ്ങളൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹഖീഖിയായ മൗജൂദ്, ഹഖീഖത്തിൽ മൗജൂദ് അല്ലേ? ഹഖീഖിയായ മൗജൂദ്. ആ മൗജൂദിന്റെ വുജൂദ് ഇത് നമ്മൾ വിശ്വസിക്കണം. 20 വാജിബായ സിഫത്തും 20 മുസ്തഹീലായ സിഫത്തും 1 ജായിസായ സിഫത്തും സമ്പൂർണമായി ദലീലോടുകൂടി സമർത്ഥിക്കാൻ കഴിവുണ്ടായി നമ്മൾ പഠിക്കണം. അപ്പോഴേ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവരായി മാറുള്ളൂ. അതിന്റെ ദലീലോടുകൂടി ഒരു നിഷേധി നമ്മളെ നിഷേധിച്ചാൽ പുറത്ത് പോകാത്ത നിലയ്ക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. വിശ്വാസത്തിന് 3 തലണ്ട്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പഠിപ്പിക്കുകയാണ്, അഹ്ലുൽ ഈമാൻ 3 മർത്തബയിലാണ്. ഒന്ന് അസ്ഹാബുൽ യമീൻ. എന്നാരാണ് അസ്ഹാബുൽ യമീൻ? അതിന്റെ മീതുള്ള മർത്തബ ദറജത്തുൽ മുഖറബീൻ. ആരെ മർത്തബ? മുഖറബീങ്ങളെ ദറജ. 3-മത്തത് സിദ്ദീഖീങ്ങളെ മർത്തബ. ഏതാണ്? ആരാ അസ്ഹാബുൽ യമീൻ? അസ്ഹാബുൽ യമീനെ കുറിച്ച് പറയാണ്, അത്തസ്ദീഖുൽ ജാസിമു. അവർക്ക് ജാസിമായ തസ്ദീഖൊക്കെ ഉണ്ട്. ജാസിമായ എന്തൊക്കെ ഉണ്ട്? തസ്ദീഖൊക്കെ ഉണ്ട്. ഇതെവിടെ പറഞ്ഞത്? മൂലന്മാർക്ക് ഇങ്ങനെ ഇത് നെക്കിൽ കിട്ടേണ്ടി വരും. അതൊക്കെ കൂടി പറഞ്ഞപ്പോൾ നമ്മളെ വിഷയം എവിടെ എത്തൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിഷയം പറഞ്ഞു പോകുന്നത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ അലൈക്ക എന്ന് ഞാൻ പറഞ്ഞില്ലേ, അലൈക്ക കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നൊരു റിസാലുണ്ട്. ആ റിസാലയിൽ ഇത് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. ഈമാന്റെ അഹ്ലുകാർ 3 തട്ടിലാണ്. ഒന്ന് അസ്ഹാബുൽ യമീൻ. അവിടുന്നേക്ക് ഉയർന്നാ പിന്നെ മുഖറബീങ്ങള്. അവിടുന്ന് ഉയർന്നാ പിന്നെ ആര്? സിദ്ദീഖീങ്ങൾ. മറന്നു പോകരുത്. ആരാണ്? സിദ്ദീഖീങ്ങള്. സിദ്ദീഖീങ്ങളെ മർത്തബ. ഇതിൽ ഏറ്റവും താഴ്ന്ന മർത്തബ ആരാണ്? അസ്ഹാബുൽ വലന്ന അല്ല മോമിനീങ്ങളാണ്. അവർക്ക് ജാസിമായ തസ്ദീഖ് ഉണ്ട്. ജാസിമായ എന്തുണ്ട്? ആ തസ്ദീഖുൽ ഈമാനിലെ തസ്ദീഖ്, ജാസിമായ തസ്ദീഖ് അവർക്കുണ്ട്. സംശയത്തിന് അവകാശമില്ലാത്ത കൃത്യമായ തസ്ദീഖ് അവർക്കുണ്ട്. അവർക്കാണ് അസ്ഹാബുൽ യമീൻ എന്ന് പറയാം. അതോടൊപ്പം ഇംകാനി തശക്കുക്കി വതസൽസുലി ലൗ ജാഅ മാ യഖ്തളിഹി. ബഹുമാനപ്പെട്ടവർ കൊടുക്കുകയാണ്. തശക്കുക്കും തസൽസുലും വരാനിടണ്ട്. നല്ല ജാസിമായ തസ്ദീഖ് ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ നല്ല സുന്നിയായി നല്ല വിശ്വാസിയായ ഒരാള്
വേറെ എവിടേക്കെങ്കിലും ഒരു കച്ചവടത്തിനോ ബിസിനസ്സിനോ പോയി അവന്റെ കൂട്ടുകാരും സഹപാഠികളും ഒക്കെ ആരൊക്കെ വിദേഹത്തിന്റെ ആളുകളായി ഇങ്ങനെ വന്നപ്പോ അവൻ ഒരു 1-ാം നമ്പർ മുബത്തദിയായിട്ട് വരുന്നതാണ്. പോകുമ്പോൾ അവന് ജാസിമായ തസ്ദീഖ് ഉണ്ടായിരുന്നു. പക്ഷെ ആ തസ്ദീഖിന്റെ കൂടെ എന്തുണ്ടായിരുന്നു? മാ ഇംകാനി തശക്കുക്കി വതസൽസുലി ലൗ ജാഅ മാ യഖ്തലിഹി. തസൽസുലിനെയും അതുപോലെ തന്നെ തശക്കുക്കിനെയും തേടുന്ന വല്ല സംഭവം അവന്റെ മുമ്പിൽ സംഭവിച്ചാൽ അവനക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ശക്ക് വരാൻ സാധ്യതയുണ്ട്, അവന് ഇടർച്ച വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഈമാനാണ് ഏറ്റവും താഴ്ന്ന മർത്തബ. അതാണ് അസ്ഹാബുൽ യമീൻ. നമ്മളൊക്കെ സത്യത്തില് ആ കൂട്ടത്തിലാണുള്ളത്. ഏത് കൂട്ടത്തില്? ഇപ്പൊ ഇതൊക്കെ കേട്ടുപോയാലും അങ്ങേപ്പുറത്ത് വേറൊരു CD കണ്ടാൽ ഒന്നും വേണ്ട, മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോ ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടാൽ മതി. ഒരു ക്ലിപ്പ് ഇട്ട് കണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ എന്തെങ്കിലുമൊക്കെ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളും എല്ലാം നെക്കിലുദ്ധരിച്ച് കിതാബിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സമർത്ഥിക്കുന്നത് കണ്ടാല് ഇതിനെ സംശയിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഏതെങ്കിലും ഒരു ഭൗതികവാദി ഒരു ക്ലിപ്പ് ഇട്ടാല് നമുക്കും തോന്നാൻ പറഞ്ഞ് കാര്യല്ലേ? ഒരു കാര്യമില്ല. ഇവരെ കുറിച്ചാണ് ആ പറഞ്ഞത്. എന്തുണ്ടായിരുന്നു? ഈമാൻ ഉണ്ടായിരുന്നു. എന്താ ഈമാൻ? അത്തസ്ദീഖുൽ ജാസിമു മാ ഇംകാനി തശക്കുക്കി വതസൽസുലി ലൗ ജാഅ മാ യഖ്തലിഹി. ആ തശക്കുക്കിനെയും തസൽസുലിനെയും തേടുന്ന വല്ല പുതിയ സംഗതികൾ ആരിലായി വന്നാൽ എന്താകും? അവൻക്ക് ഷക്കും സൽസലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ നിലക്കുള്ള ഒരു ജാസിമായ തസ്ദീഖ്. അങ്ങനെയാണ് ഈ സുന്നികളൊക്കെ എന്തായി മാറുന്നത്? ആ സുന്നികളായി മാറുന്നത്. അല്ലാഹു കാക്കട്ടെ. നമ്മളെ ഫാറൂഖിനെയും ഉസ്താദിന്റെ ശക്തമായ ഇടപെടലോടുകൂടി നടക്കുന്ന ഈ സീറത്തുൽ നബിയുടെ ഈ മഹത്തായ ഈ സമ്മേളനം നമുക്ക് കൽബില് ഒരു മുഖറബീങ്ങളെ ദർജയിലേക്കെങ്കിലും ഇതൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു പഠനം അള്ളാഹു നമുക്ക് ഉപകാരമാക്കി തരട്ടെ. നല്ല നീയത്തോടു കൂടി നമ്മൾ ഇരിക്കുക. നമ്മളെ മുഖറബീങ്ങളെ ദർജയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. മുഖറബീങ്ങളെ ദർജ എന്ന് പറഞ്ഞാൽ എന്താ? അത് വലിയ മർത്തബയാണ്. ഇസ്തിലാഉൽ ഈമാനി അലൽ ഖൽബി. ബഹുമാനപ്പെട്ടവർ പറയാണ് നിർവചനം. ഇസ്തിലാഉൽ ഈമാനി അലൽ ഖൽബി. ഈമാൻ കൽബിനെ നിയന്ത്രിക്കണം. വിശ്വാസം ആരെ നിയന്ത്രിക്കണം? കൽബിനെ. അല്ലാതെ കൽബ് ആരെ നിയന്ത്രിക്കരുത്. ആദ്യം പറഞ്ഞത് കൽബ് ആരെ നിയന്ത്രിക്കാണ്? വിശ്വാസത്തിനെ നിയന്ത്രിക്കാണ്. അവിടുന്ന് വിടണം നമ്മള്. വിശ്വാസം ആരെ നിയന്ത്രിക്കണം? ആരെ നിയന്ത്രിക്കണം? എന്റെ കൽബിനെ എന്ത് ചെയ്യണം? ചില ചരിത്രങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ? വലിയ തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലാൻ നിന്നാലും നിങ്ങൾ വെടിവെച്ചാണ്ട് കൊന്നാളി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറച്ച വിശ്വാസം ഇല്ലേ? അങ്ങനത്തെ ചില വിശ്വാസം ഉണ്ടാവും. ഈമാൻ കൽബിനെ നിയന്ത്രിക്കും. ഞമ്മക്കൊക്കെ ഉള്ളത് കൽബാരെ നിയന്ത്രിക്കാണ്. കൽബാരെ നിയന്ത്രിക്കാണ്, വിശ്വാസത്തിനെ നിയന്ത്രിക്കാണ്. അതാണ് നമുക്കുള്ള പ്രശ്നം. അത് പറ്റൂല. നമ്മളെ ഈമാൻ ആരെ നിയന്ത്രിക്കണം? ആരെ നിയന്ത്രിക്കണം? ഇനിയിപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോ സ്കരിച്ചിട്ടില്ലല്ലോ, ആ ഈമാൻ നമ്മളെ നിയന്ത്രിക്കണം. ആ ഇനിയിപ്പോ നാളെ നെഞ്ചിട്ട് സുബൈന്റെ കൂടെ കീർച്ച അങ്ങനത്തെ മതപേരും ഉണ്ടാകാലോ. നമുക്കുണ്ട് എന്നല്ല, ഇല്ലാന്നുമല്ല, അങ്ങനെ ഉണ്ടാകണ്ട. നമ്മളെ ഈമാൻ നമ്മളെ നിയന്ത്രിക്കണം. അതാണ് ഇസ്തിലാഉൽ ഈമാനി അലൽ ഖൽബി. ഈമാൻ കൽബിനെ നിയന്ത്രിക്കണം. ഏതുവരെ? ഹത്താ ലാ യുജവ്വിസ ഫീഹി നഖീലഹു. ഈമാനിന്റെ നഖീലനെ കൽബിൽ വരാൻ ആര് സമ്മതിക്കൂല? ഈമാൻ സമ്മതിക്കൂല. ഈമാന്റെ നഖീല കൽബിൽ വരാൻ ആര് സമ്മതിക്കൂല? കൽബ് സമ്മതിക്കൂല. ഈമാന്റെ നഖീല കൽബിൽ വരാൻ ആര് സമ്മതിക്കൂല? കൽബ് സമ്മതിക്കൂല. നിന്റെ വിശ്വാസത്തിന് പറ്റാത്തത് കണ്ടാൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോ. എനിക്കെന്റെ പൈസ വേണ്ടടോ, എനിക്കെന്റെ ഒന്നും വേണ്ടടോ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. ഇങ്ങോട്ട് ഈമാനിന്റെ നഖീലയെ തന്റെ ഹൃദയത്തില് ആ ഈമാൻ എന്താക്കൂല? കടക്കാൻ അനുവദിക്കൂല. ഈമാന്റെ നഖീല അങ്ങോട്ട് കടക്കാൻ ഒരിക്കലും ഈമാൻ അനുവദിക്കൂല. ആ നിലക്ക് നഖീലയെ ഉപരോധിക്കുന്ന, ഈമാന്റെ വൈരുദ്ധ്യത്തിനെ ഉപരോധിക്കുന്ന ഈമാൻ ശക്തി ആർജിച്ചാൽ നമുക്ക് ആരമർത്ഥമുണ്ടാവും? 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 മുഖറബീങ്ങളെ മർത്തമുണ്ടാവും.
അള്ളാഹു നമ്മളെ മുഖറബീങ്ങളിലേക്കൊന്ന് ഉയർത്തട്ടെ. അതുകൊണ്ട് അസ്ഹാബുൽ യമീൻ നല്ല റസൂലുള്ളാഹിക്ക് സലാത്തും സലാമും ചെല്ലണം. അതുകൊണ്ട് ഇദാ വഖഅത്തി സൂറത്തിൽ കാണാലോ, അമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീൻ എപ്പോഴും ആർക്ക് സലാം ചൊല്ലിക്കൊണ്ടിരിക്കും? ആർക്ക് സലാം പറയണം? നമ്മളെ ഈമാൻ ശരിക്കും ശക്തിപ്പെട്ട് മുന്നോട്ട് വരണമെങ്കിൽ ആർക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്മ ഇങ്ങനെ ഒരു ആയത്തില്ലേ ഇദാ വഖഅത്തി സൂറത്തിൽ, അമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. അല്ല, എപ്പോഴും റസൂലുള്ളാഹിക്ക് സലാമത്തും സലാമും ചൊല്ലലാണ്. നമ്മളെ ഈമാനിൽ നഖീല കടന്നു വരാതെ, തശക്കുക്കും തസൽസിലും വരാതെ നല്ല തയക്കുന്. രണ്ടാമത്തെ മുഖറബീങ്ങളെ ദർജക്ക് യഖീന്റെ അഹ്ലുകാർ എന്ന് പറയുള്ളൂ. മുഖറബീങ്ങളെ ദർജക്ക് എന്ത് പറയുള്ളൂ? അഹ്ലുൽ യഖീൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അസ്ഹാബുൽ യമീനെ കുറിച്ച് എന്ത് പറയില്ല? അഹ്ലുൽ യഖീൻ എന്ന് പറയൂല. അഹ്ലുൽ ഈമാൻ എന്ന് പറയാം. എന്ത് പറയില്ല? അഹ്ലുൽ യഖീൻ എന്ന് പറയൂല. അഹ്ലുൽ യഖീൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ഖൽബില് ആരെ കടക്കാൻ അനുവദിക്കൂല? ഈമാന്റെ വൈരുദ്ധ്യം കടന്നു വരാൻ ആര് സമ്മതിക്കൂല? ഈമാൻ സമ്മതിക്കൂല, എന്റെ വിശ്വാസം സമ്മതിക്കൂല. ആ രൂപത്തിൽ എന്റെ വിശ്വാസമാകുമ്പോ ഞാൻ യഖീനിന്റെ ആളായി മാറി, അഹ്ലുൽ യഖീനായി മാറി. അപ്പോൾ അഹ്ലുൽ യഖീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അപ്പോഴേ ആ യഖീൻ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അസ്ഹാബുൽ യമീൻ എപ്പോഴും റസൂലുള്ളാഹിക്ക് സലാത്തും, പിന്നെ മുഖറബീങ്ങൾ പിന്നെ ആരെടുക്കൽ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടെന്നെ ഇക്കാരം. റസൂലുള്ളാഹിന്റെ അടുക്കൽ സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടെന്നെ ഇക്കാരം. മൂന്നാമത്തെ മർത്തബ ഇവരുടെ ഒരു ഹാലത്ത് പറയുന്നത് കന്നൽ വൈബ ഷഹാദ. വൈബായ കാര്യങ്ങളൊക്കെ ഷഹാദത്ത് പോലെ ഉണ്ടാവും. വൈബായ കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും? അവിടെ കന്നട്ട് പറഞ്ഞു, കന്നൽ വൈബ ഷഹാദ. മൂന്നാമത്തെ മർത്തബ സിദ്ദീഖീങ്ങളെ മർത്തബയാണ്. യഖീന്റെ മർത്തബില് അതെന്താ? കാനൽ വൈബു ഷഹാദ. കാനല്ല, കാനൽ വൈബു. വൈബ് എന്ന് പറഞ്ഞ സംഗതി ഓൽക്കില്ല. ഓൽക്ക് എല്ലാം എന്തായി മാറി? ഷഹാദത്തായി മാറി. ഇതാണ് സിദ്ദീഖീങ്ങളെ മർത്തബ, അമ്പിയാക്കളെ മർത്തബ, ഉമ്മലുൽ വറസത്തിന്റെ മർത്തബ എന്നൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് ആ റിസാലയിൽ ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കല്ല യഖീന് തരട്ടെ. ഇപ്പൊ നമുക്ക് യഖീന്ന് പറയാനായിട്ടില്ല. ഇപ്പൊ ആരെങ്കിലും ഇളക്കി ഇളകും, ഇളക്കി ഇളകും. നിങ്ങൾക്ക് ഇളകുന്നല്ല, ഇളകാൻ പാടില്ല. അള്ളാഹു ഇളകാത്ത കൽബ് തരട്ടെ, ഇളകാത്ത മനസ്സല്ല തരട്ടെ, ദൃഢതയുള്ള മനസ്സല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ യഖീനിലേക്ക് എത്താനാണ് ഈ വക വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹഖീഖിയായ മൗജൂദ് ബഹുമാനപ്പെട്ട ഏകനായ അല്ലാഹു, അവന്റെ വാജിബും മുഹാലുമായ അതുപോലെ ജായിസുമായ എല്ലാ സിഫത്തുകളും സമ്പൂർണമായി പഠിച്ച അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കി അല്ലാഹനെ കുറിച്ചുള്ള അറിവില് പിന്നെ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ അവിടുത്തെ യഹ്യയിൽ പറഞ്ഞത് കാണാം. ഷറഫുൽ ഇൻസാനി ഫളീലത്തുഹു, ഇൻസാന്റെ വലിയ ഷറഫും ഫളീലത്തും ഒക്കെ ഉണ്ട്. അത് കിട്ടണമെങ്കിൽ ബിസ്തിദാദിഹി, അവൻ തയ്യാറെടുക്കൽ കൊണ്ടാണ്. ലിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു ആരാണെന്ന് അറിയാൻ വേണ്ടി നല്ല തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഷറഫും ഫളലും കിട്ടുള്ളൂ. മനുഷ്യന്റെ ഷറഫും ഫളലും എന്തുകൊണ്ടേ കിട്ടുള്ളൂ? ബിസ്തിദാദിഹി ലിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പൊ എല്ലാവരും നല്ല ശ്രമം നടത്തുക. എന്റെ റബ്ബ് ആരാണ്, അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി അറിയാനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെ ഹുജ്ജത്തുൽ ഇസ്ലാം ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീന്റെ 4 പാർട്ടിൽ ഒരു പാർട്ടാണ് മുഹ്ലിക്കാത്ത്. ആ മുഹ്ലിക്കാത്തിന്റെ ആമുഖമായ 1ാമത്തെ അധ്യായമായ കിതാബ് അജായിബുൽ ഖുലൂബ് എന്ന അധ്യായത്തിന്റെ തലക്കെട്ടിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഷറഫുൽ ഇൻസാനി വ ഫളീലത്തുഹു എന്ന് പറഞ്ഞിട്ട് കുറെ ഇബാറത്ത് വേറെ ഉണ്ട്. അതിന്റെ ഖബർ പറയുന്നത് ഇതാണ്, എന്ത്? ബിസ്തിദാദിഹി ലിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വ തആല. ഇൻസാന്റെ ഷറഫും ഫളലൊക്കെ കിട്ടണമെങ്കിൽ അവൻ ആരറിയാൻ ശ്രമിക്കണം. ആരറിയാൻ? അതിലേക്കുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശ്രമം അല്ലാഹ് വിജയിപ്പിക്കട്ടെ. സമയം കഴിഞ്ഞു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശ്രമം എവിടെ എത്തുന്നറിയില്ല. റഹ്മാനായ റബ്ബി നമ്മളെ ശ്രമം അല്ലാഹ് പൂർത്തിയാക്കി തരട്ടെ. ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. പ്രിയമുള്ളവരെ,
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹിനെ അറിയാൻ വേണ്ടിയാണ് പ്രപഞ്ചത്തിനെ അള്ളാഹു പടക്കുന്നത്. അള്ളാഹു ആരാണെന്ന് അള്ളാഹിനെ അറിയണം. ഇതിനു വേണ്ടി അള്ളാഹു ലോകത്ത് ആദ്യം കൊണ്ടുവന്നത് അഷ്റഫുൽ മൗജൂദ് സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി, വജൂദിന്റെ നേതാവ് മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഒളിവിനെ ആദ്യം കൊണ്ടുവന്നു. ആ ഒളിവാണ് മഹാന്മാരൊക്കെ വലിയ വലീഫയായി എപ്പോഴും ചൊല്ലിപ്പോന്നത്. ഞാനും കൊണ്ടൂർ ഉസ്താദും കൂടി ഒരിക്കൽ റൗളയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അസർ ജമാഅത്തിനോട് അടുത്ത സമയമാണ്, ജനങ്ങനെ തിങ്ങി നിറഞ്ഞ സമയമാണ്. ഞങ്ങൾ രണ്ടരക്കാർ സുന്നത്തൊക്കെ നിസ്കരിച്ച് ആ റൗള ഷരീഫിൽ സ്വർഗത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ചുട്ടിൽ ഇങ്ങനെ പറഞ്ഞു, ഇടത് ഭാഗത്ത് ഉജറത്തു ഷരീഫ് റസൂലുള്ളാഹി കിടക്കണ്, അതിന്റെ വലത് ഭാഗത്ത് മിമ്പർ, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മുന്നിലെ സഫ് തന്നെ ഞാൻ ഉസ്താദും കൂടെ റൗളയിൽ ഇങ്ങനെ ഇരിക്കുക. റൗളയിൽ തന്നെ ഇരിക്കുമ്പോ എന്റെ ചുട്ടിൽ ഉസ്താദ് മന്ത്രിച്ചു, നിങ്ങൾ ആദ്യമയത്തൊന്ന് പാടി തരുവച്ചു. അപ്പൊ ഞാൻ എനിക്കൊരു ഇജാസത്ത് കിട്ടുകയല്ലേ, പിന്നെ ഉറക്കനപ്പം അവിടുന്ന് പാടാൻ പറ്റൂലല്ലോ, മദീനത്തെ പള്ളിയല്ലേ. അപ്പൊ ഞാൻ പതുക്കെ ചവിട്ടിൽ പാടി കൊടുത്തു. അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് നബിയുല്ലാഹ് ആദരവായ റസൂലുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സബി വലരുല്ലാമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹ്. ഒരൊറ്റ പൊട്ടിക്കരച്ചിലാണ് ഈ രണ്ടുപേരെയാണ് കേട്ടപ്പോ. അപ്പൊ ആദ്യമയത്തെ നൂറുള്ള ആദ്യത്തെ പ്രഭ, ആദ്യത്തെ മഖ്ലൂഖ്, അഷ്റഫ് മഖ്ലൂഖ് സയ്യിദുൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതിലേക്കുള്ള സൂചന മുഹമ്മദി എന്ന ഇസ്മില് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇത് അള്ളാഹ് വെച്ച പേര് തന്നെയാണ്. മങ്കൂസ് മൗലൂദിന്റെ തലക്കെട്ടിൽ തന്നെ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. മങ്കൂസ് മൗലൂദി നമ്മൾ ഓതലുണ്ട്, പക്ഷെ അർത്ഥം നമ്മൾ അങ്ങനെ ചിന്തിക്കലില്ല. അതൊക്കെ ചിന്തിച്ചു നോക്കണം അതിന്റെ അർത്ഥമൊക്കെ. സുബ്ഹാനല്ലദീ അത്ലഅ, അത്ലഅ എന്ന് പറയില്ല ആർക്കാ? വജൂദിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ പുറത്തേക്ക് ഇൽഹാർ ചെയ്യുന്നതിനാണ് അറബി ഭാഷയിൽ ഏത് ഉപയോഗിക്കല്? അത്ലഅ എന്ന് ഉപയോഗിക്കല്. ആദ്യം പറഞ്ഞ അതാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ മഖ്ഫിയായ ഒരു വലിയ മൗജൂദിനെ ജനമധ്യത്തിലേക്ക് ഇൽഹാർ ചെയ്ത പടച്ച റബ്ബിന്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. എന്നിട്ട് പിന്നെ പറയാണ് വഔജദ നൂറഹു, ആ നൂറിനെ അദമിൽ നിന്ന് ഉണ്ടാക്കി ഈജാദ് ചെയ്തു. ഔജദ എന്താ? മഅദൂമായ വസ്തുവിനെ അദമിൽ നിന്ന് വജൂദിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഏത് പദം ഉപയോഗിക്കുക? ഔജദ എന്ന് ഉപയോഗിക്കുക. മഅദൂമായ വസ്തുവിനെ അദമിൽ നിന്നും എവിടേക്ക് കൊണ്ടുവരാ? വജൂദിലേക്ക് കൊണ്ടുവരുന്നതിനാണ് അറബി ഭാഷയിൽ ഏത് ഉപയോഗിക്കുക? അത്ലഅ എന്ന് പറഞ്ഞാലോ വജൂദിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സംഗതിയെ ളുഹൂറിലേക്ക് ലാഹിറാക്കുന്നതിനാണ് ഏത് ഉപയോഗിക്കുക? അത്ലഅ എന്ന് ഉപയോഗിക്കുക. സൈനുദ്ദീൻ മഖ്ദൂമാണ് മങ്കൂസാക്കിയതെങ്കിലും ഈ മൗലൂദിന്റെ മുഅല്ലിഫാരാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി. തങ്ങളെ മൗലിദാണ് സുബ്ഹാന മൗലിദ്. ആ സുബ്ഹാന മൗലിദിന്റെ ഉദ്ധരണികള് മങ്കൂസാക്കി പഠിപ്പിച്ചു തന്നതാണ് ഏത്? മങ്കൂസ് മൗലൂദ്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഒളിവിനെ കുറിച്ചാണ്, റസൂലുള്ളാഹിന്റെ നൂറിനെ കുറിച്ച്. ആദ്യത്തെ അധ്യായം ആലമിനെ പടക്കുന്നതിന്റെ എത്രയോ ആയിരക്കണക്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നൂറിനെ അള്ളാഹു ഈജാദ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് എന്ന എന്ത് പേര് വെച്ചിട്ടുണ്ട്? മുഹമ്മദി എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ മുഹമ്മദി എന്ന പേര് എന്നുള്ള പേരാണ്, അള്ളാഹിന്റെ അടുക്കലുള്ള പേരാണ്. അന്ന് അള്ളാഹു പടച്ചു വെച്ചപ്പോൾ ആ പടച്ചു വെച്ച പ്രകാശത്തിന് രണ്ട് മർത്തബ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സംഗതി മഹാനായ കക്കടിപ്പുറം അബൂബക്കർ പാപ്പ ദലായിലുൽ ഖൈറാത്തി എന്ന സ്വലാത്ത് രാജ്യത്ത് മുഴുവനും നടപ്പാക്കാൻ വേണ്ടി തന്റെ ജീവിതം വിനിയോഗിച്ച മഹാനാണ് കക്കടിപ്പുറത്തെ പാപ്പ. മഹാനവറുകള് തന്റെ ബദിരീങ്ങളെ കുറിച്ച് എഴുതിയ അർരിസാലത്തു സഅദിയ്യ എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ
ഓരോ ബദരീങ്ങളെ പേര് പറഞ്ഞപ്പോഴും ആദ്യമായി റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബദരീങ്ങളെ കൂട്ടത്തിൽ ഒന്നാമത്തെ വ്യക്തി ആരാണ്? മുത്ത് റസൂലുള്ളാഹി. ബദരീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തി ആരാ? മുത്ത് റസൂലുള്ളാഹി തങ്ങളാ. അത് വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾക്ക് രണ്ട് മർത്തബുണ്ട്, അഹ്മദിയ്യ, മുഹമ്മദിയ്യ. ഏതാണ്ട് മർത്തബ? അഹ്മദിയ്യ, മുഹമ്മദിയ്യ. അന്ന് വജൂദിൽ ഈ നൂറിനെ അല്ലാഹ് പടച്ചപ്പോ തങ്ങൾക്ക് രണ്ട് മർത്തബ ഉണ്ടായിരുന്നു. ഏതാ രണ്ട് മർത്തബ? അഹ്മദിയ്യ, മുഹമ്മദിയ്യ, രണ്ട് മർത്തബ ഉണ്ടായിരുന്നു. അപ്പൊ അഹ്മദിയ്യ, മുഹമ്മദിയ്യ എന്ന രണ്ട് ദർജയിൽ ആകെ രണ്ട് മൗജൂദേ ഇവിടെ ഉള്ളൂ. ആകെ രണ്ട് മൗജൂദ് ആരാ? ഒന്ന് ഹഖീഖിയായ മൗജൂദ് അല്ലാഹ്, പിന്നെ ആരാ? സയ്യിദുൽ വജൂദായ ആര്? മുത്ത് റസൂലുള്ളാഹി. ഈ രണ്ട് വജൂദേ ഉള്ളൂ, ഇവിടെ വേറെ സംഗതി ഇല്ല. അപ്പൊ ഈ രണ്ടും സയ്യിദുൽ വജൂദായ മുത്തുനബി സമ്പൂർണമായും അല്ലാഹുവിനെ അറിഞ്ഞ മർത്തബയിൽ അങ്ങനെ കിടന്നു. അത്ര അള്ളാനെ അറിഞ്ഞൊരു മഖ്ലൂക്ക് ലോകത്ത് വേറെ ഇല്ല. അള്ളാനെ മനസ്സിലാക്കിയ ഒരു മഖ്ലൂക്ക് ലോകത്ത് വേറെ ഇല്ല. അള്ളാഹുവിനെ അറിഞ്ഞ അല്ലാഹു തആല മുത്ത് റസൂലിനെ അറിയാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അത്ര അള്ളാനെ അറിഞ്ഞൊരു സയ്യിദ് വേറെ ഇല്ല, ഒരു മഖ്ലൂക്ക് വേറെ ഇല്ല. അപ്പൊ തങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിനെ മഅരിഫത്ത് അറിഞ്ഞതിൽ ലോകത്ത് റസൂലുള്ളാഹിനെ പോലെ അള്ളാഹുവിനെ അറിയാൻ കഴിഞ്ഞൊരു ഖുദ്റത്ത് ഒരു മഖ്ലൂക്ക് വേറെ അള്ളാഹു ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഇൻസാന്റെ ഷറഫും ഫളലും ആരറിയൽ കൊണ്ടാണ്? ഇമാം പഠിപ്പിച്ചത് അള്ളാഹുവിനെ അറിയൽ കൊണ്ടാണ്. അള്ളാഹുവിനെ അറിയുന്നതിൽ മുത്തുനബി അള്ളാഹനെ അറിഞ്ഞതുപോലെ ലോകത്ത് ഒരു ശക്തിക്കും ആരറിയാൻ കഴിഞ്ഞിട്ടില്ല, അള്ളാഹനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ബഹുമാനം, അഹ്മദിയ്യ, മുഹമ്മദിയ്യ. പിന്നെ ആ നൂറ് 4 പാർട്ടായി. ആ നൂറ് എന്തായി? 4. ഈ മങ്കൂസ് മൗലൂദിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ശറഹ് മഹാന്മാർ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയ പല ശറഹിലുണ്ട് ഈ സംഭവം. റസൂലുള്ളാഹിന്റെ ആദ്യത്തെ നൂറ്, അതിൽ നിന്നും 4 നൂറുണ്ടായി. 4 പാർട്ടായി എന്ന് പറഞ്ഞാൽ 4 കഷ്ണമാക്കി അർത്ഥം പറയരുത്. പിന്നെ ഒരു മെഴുകുതിരിയിൽ നിന്നും 4 മെഴുകുതിരിക്ക് തീ കൊളുത്തി, അതുപോലെയാകണം പറയുന്നത്. അങ്ങനെ തസ്ബീഹാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നൂറിൽ നിന്നും പിന്നെ ഇവിടെ വജൂദിൽ അല്ലാഹ് എന്ത് കൊണ്ടുവന്നു? 4 നൂറിനെ കൊണ്ടുവന്നു ഈ വജൂദിൽ നിന്ന്. ഏത് വജൂദ്? സയ്യിദുൽ വജൂദ്. ഏത് വജൂദിൽ നിന്ന്? ഹഖീഖത്തും മൗജൂദ് അല്ലാഹ്. സയ്യിദുൽ വജൂദ് ആര്? മുത്ത് റസൂലുള്ളാഹി. വജൂദിന്റെ സയ്യിദാണ്. വജൂദിന്റെ തുടക്കം തങ്ങളിൽ നിന്നാണ്. ആ സയ്യിദിൽ നിന്ന് പ്രപഞ്ചം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതിനെന്ത് ചെയ്തു? അല്ലാഹു തആലാക്ക് 2-ാമത്തെ ഇറാദത്ത്. 1-ാമത്തെ ഇറാദത്ത് അല്ലാഹ്ക്ക് ഒരു ഹബീബ് ഉണ്ടാകണം. 1-ാമത്തെ ഇറാദത്ത് എന്താണ്? അല്ലാഹ്ക്ക് ഒരു ഹബീബ് ഉണ്ടാകണം. അല്ലാഹ് തങ്ങൾക്ക് ഇവിടുത്തെ സ്ഥാനത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ഹബീബുല്ലാ. എന്താണ് ഹബീബുല്ലാ? അത് വിശദമായി പറയേണ്ട ഒരു കലിമത്താണ്. പ്രിയമുള്ളവരെ, സമയം വളരെ കുറവാണ്. നമ്മൾ റസൂലുള്ളാഹിനെയുള്ള വിശദീകരിക്കുന്നത്, സമയം കിട്ടൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ സമയം പറ്റുന്നിടത്തോളൊക്കെ പറയാം. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, സയ്യിദുൽ വജൂദ്, ആ സയ്യിദുൽ വജൂദ് അല്ലാഹ് ലോകത്ത് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ ആ ഹബീബിനെ ഒന്ന് ആദരിക്കണം എന്ന് അല്ലാഹ്ക്ക് 2-ാമത്തെ ഇറാദത്ത്. ആരാദരിക്കണം? എന്റെ സയ്യിദുൽ വജൂദായ ആര്? റഹ്മത്തുൽ ലിൽ ആലമീൻ. ആര്? തങ്ങൾക്ക് പല പേരും അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ ല്ലേ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫാണ്, റഹീമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നാമങ്ങൾ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ത്വാഹ, യാസീൻ, ആമീൻ. ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ ഞാൻ ചുരുക്കി മാത്രം പറയാം. വിശദമായി ഇതിങ്ങനെ ചോദ്യം ചെയ്ത് അങ്ങുമിങ്ങും ചർച്ച ചെയ്ത് മനസ്സിൽ പതിഞ്ഞ് പഠിക്കേണ്ട വിഷയമാണ്. ഇത് നമ്മൾ പഠിക്കാത്തതാണ്. നമുക്ക് ഇതിലൊക്കെ തറദ്ദുതും ഇത് മറന്നു പോകാനൊക്കെ കാരണം അതാണ്. ഇത് എപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ, അള്ളാന്റെ ഹബീബിനെ ആദരിക്കണമെന്ന് അള്ളാഹ്ക്കൊരു ഇറാദത്ത്. അതിൽ നിന്ന് വേറെ മഖ്ലൂക്ക്, 4 മഖ്ലൂക്ക്
4 നൂറ് ഇവിടെ ഉണ്ടായി. 4 നൂറ് ഇവിടെ ഉണ്ടായി. അതിൽ ഒന്ന് ലൗഹ്, പിന്നേതാ ലൗഹ്, മറ്റൊന്ന് കലമ്, മറ്റൊന്നേത്. അതുകൊണ്ടാ ഊസൂരി ഇമാം പറഞ്ഞത് ഒമിൻ ഉലൂമിക, തങ്ങളെ ഇൽമിന്റെ ഒരു ഭാഗം മാത്രമാണ് ലൗഹും കലം. പറഞ്ഞില്ലേ ഒമിൻ ഉലൂമിക, തങ്ങളെ 4 പാർട്ടിൽ ഒരു പാർട്ടാണ് ആര് ലൗഹ്, മറ്റൊരു പാർട്ടാണ് ഏത് കലമ്, മറ്റൊരു പാർട്ടാണ് ഏത് അർശ്. ഏത് അർശ് മറക്കാൻ പാടില്ല. നമ്മൾ സയ്യിദുൽ വജൂദിനെ കുറിച്ചാണ് ചർച്ച. ഇത് മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കണം. മുഅ്മിനീങ്ങൾക്ക് ഇത് അറിയാതെ പോയതാണ്, ഖൽബ് വിദേഹത്തിലേക്ക് പോയത്. കുല്ലിന്നമാന ബശറു എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അറിയാതെ പോയത് അതുകൊണ്ടാണ്. എന്താണ് അന ബശറു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അല്ലാഹ് അവന്റെ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആയത്തുകൾക്ക് യോജിച്ച അർത്ഥം പറയണം ഓരോ ആയത്തിനും. അപ്പോഴേ ഖുർആന്റെ തഫ്സീറാവുള്ളൂ. നമുക്ക് തോന്നിയ മതയുക്തിവാദം പാടില്ല. ഇന്ന് മതയുക്തിവാദത്തിന്റെ കാലഘട്ടമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹ് സലാമത്താക്കുമാറാകട്ടെ. അന ബശർ എന്ന് പറഞ്ഞാൽ അല്ലന്നെ തങ്ങൾ ആരാന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ തങ്ങൾ ആരാണെന്ന്. അതിൽ നിന്ന് പഠിക്കണം ബഷറിന്റെ അർത്ഥം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ബഷർ പറഞ്ഞാൽ നമ്മളെ കൊള്ള ഖിയാസാക്കി അല്ലേ ഉണ്ടായത്. ബഷർ എന്നുള്ള പദത്തിന്റെ അർത്ഥം ആരെ കൊള്ള ഖിയാസാക്കി, നമ്മളെ കൊള്ള ഖിയാസാക്കി. എന്നിട്ട് ആ ഖിയാസ് ആർക്ക് വെച്ചു കൊടുത്തു? നടക്കുവോ? നടക്കൂല. അള്ളാഹു ഞങ്ങളെ ഖൽബ് രക്ഷപ്പെടുത്തണം അല്ലാ. അപ്പൊ 4ാമത്തെ പാർട്ട്, 3 പാർട്ടുണ്ട്. ഏതാ 3 പാർട്ടിൽ? ഒന്ന് ലൗഹ്, ഒന്ന് കലമ്, ഒന്ന് അർശ്. 4ാമത്തെ പാർട്ടിൽ നിന്നും വീണ്ടും 4 പാർട്ടുകൾ ഉണ്ടായി. 4ാമത്തെ കിസ്മിൽ നിന്നുണ്ടായി 4 കിസ്മുകൾ വേറെ ഉണ്ടായി. അതിൽ ഒന്ന് അർഷിനെ പഠിച്ചാൽ പറയല്ലോ അമലത്തുൽ അർഷ്. അരെ അമലത്തുൽ അർഷ്. മറ്റൊന്ന് കുർസിയ്, മറ്റൊന്നേതാ കുർസിയ്. മറ്റൊന്ന് ബാക്കിയുള്ള മലക്കുകൾ. അമലത്തുൽ അർഷിനെ ഇവിടെ പഠിച്ചില്ലേ, അത് സ്വന്തം ഒരു പാർട്ടാണ്. ഒന്ന് കുർസിയാണ്, പിന്നുള്ളത് ബാക്കിയുള്ള മലായികത്ത്. അപ്പൊ ആ 4 3 അവിടെ കഴിഞ്ഞു. മനസ്സിലായിട്ടില്ലേ? ഇതിങ്ങനെ വരച്ചെഴുതിയാൽ മതി. തങ്ങള് പിന്നെ ഇത് വരച്ചിട്ട് 4 ലൗഹ് കലമ് അർഷ്. പിന്നെ 4ാമത്തതിൽ നിന്ന് വരട്ടിട്ട് 4 ഏതൊക്കെ അമലത്തുൽ അർഷ്, കുർസിയ്, ബാക്കിയുള്ള മലക്കുകൾ. പിന്നെ 4ാമത്തതിൽ നിന്ന് വീണ്ടും 4. അതിൽ ഒന്ന് സമാവാത്ത്, ഒന്ന് അറാളി, മറ്റൊന്നിൽ നിന്ന് സ്വർഗവും നരകവും, മറ്റൊന്നിൽ നിന്ന് സ്വർഗവും നരകവും. സമാവാത്ത് ആകാശങ്ങള്, മറ്റൊന്നിൽ നിന്ന് ഭൂമി, മറ്റൊന്നിൽ നിന്ന് അറാലി എന്ന് പറഞ്ഞാൽ ഭൂമി അർള്. അതിന്റെ ബഹുവചനം പറഞ്ഞാണ് അറാലീന്ന്. അറലീനാന്നും പറയും. അൽഫിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിയാപത്തിന് മിസാലാക്കിയിട്ടില്ലേ? കുട്ടികളൊക്കെ അൽഫിയൊക്കെ നല്ല പഠിക്കണം. അള്ളാഹു നഹ്വിലും സർഫിലൊക്കെ കഴിവല്ല തരട്ടെ പ്രിയമുള്ളവരെ. അപ്പൊ നമ്മള് ഞാൻ എന്തേ പറഞ്ഞു? സമാവാത്ത്, അറാലി, പിന്നെ സ്വർഗം നരകും. പിന്നെ ഒരു പാർട്ടി ഉണ്ടായില്ലേ? ആ പാർട്ടിൽ നിന്നും വീണ്ടും 4. ആ പാർട്ടിൽ നിന്ന് വീണ്ടും 4. അതില് ഒന്ന് അൽസിനത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നാവ്. അവിടെയാണ് നമ്മളും നൂറും കൂടിയുള്ള ബന്ധം. അൽസിനത്തുൽ മുഅ്മിനീൻ. മറ്റൊന്ന് ഖുലൂബുൽ മുഅ്മിനീൻ, 2ാമത്തേത് ഖുലൂബുൽ മുഅ്മിനീൻ. മറ്റൊന്ന് അബ്സാറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അബ്സാർ, ബസറുകൾ. മുഅ്മിനീങ്ങളുടെ അകം ലോകങ്ങളുണ്ട്. നമുക്ക് അകം ലോകമുണ്ട്. നമുക്കൊക്കെ എന്തുണ്ട്? ഇത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി തങ്ങള് അല്ലഫൽ അലിഫുന് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്? അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. 4ാമത്തതിൽ നിന്നും വീണ്ടും 4 ഉണ്ടായി. അതിൽ ഒന്ന് മനുഷ്യന്മാരുടെ നാവുകള്, മറ്റൊന്ന് മുഅ്മിനീങ്ങളുടെ നാവുകള്, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങള്, മുഅ്മിനീങ്ങളുടെ ബസറുകള്. അവിടെ അബ്സാർ എന്നറിയാൻ കാരണം
ഖുലൂബിന്റെ അകം ലോകം ലുബ് സിറ് രണ്ടായിട്ടുണ്ട്. ലുബ് സിറ് രണ്ടായിട്ടുണ്ട്. സിറ് ജലിയ് സിറ് ഖഫിയ്, സിറ് ജലിയ് സിറ് ഖഫിയ്. ഇങ്ങനെ മഹാനവറുകൾ ആ ബൈത്തിന്റെ ഷറഹിന് പേര് അവാരിഫുൽ മാരിഫ് എന്നാണ്. വലിയൊരു അവാരിഫുൽ മാരിഫ് വേറുണ്ട്. ആരുടെ? സുഹ്റവർദി ഇമാമിന്റെ. അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ബഹുമാനപ്പെട്ട നക്ഷബൻ അബ്ദുറഹ്മാൻ തങ്ങൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് എന്നാ പറയാ, താന്നൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ്. അവിടുത്തെ ഈ ബൈത്തിന്റെ ഷറഹിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ലുബി കൽബി എന്ന് പറഞ്ഞത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ മണ്ഡലങ്ങൾ, പുറം ലോകം സ്വദർ. പുറം ലോകം ഏതാണ്? അലം നശ്റഹ് ലക സ്വദറക എന്ന് പറഞ്ഞ സ്വദർ. പിന്നെ അതിന്റെ അകം ലോകം കൽബ്. അതിന്റെ അകം ലോകം ലുബ്. അതിന്റെ ഉലുൽ അൽബാബ് എന്നറിയില്ലേ? ഉലുൽ അൽബാബ്, ലുബിന്റെ ബഹുവചനം ലുബ്. അതിന്റെ അകം ലോകമാണ് സിറ്. സിറില് എന്റെ ഈ ഈമാന് സിറിലെത്തിയാൽ ഖദ്ദസല്ലാഹു സിറഹു എന്ന് പറയാ. അതിന്റെ മുമ്പ് എന്ത് പറയാൻ പറ്റൂല? ദ്വാരം കൊടുക്കാം, അല്ലാഹ് മുഖദ്ദസ് ആക്കട്ടെ എന്ന് തരക്കാം. ദ്വാന്റെ വയനാക്ക് ചെല്ല, ഏത് വയനാക്ക് ചെല്ലാൻ പറ്റൂല. അയക്കണെന്നുള്ള വയനാക്ക് പറയാൻ പറ്റൂല. അള്ളാഹു നമ്മളെ സിറൊക്കെ മുഖദ്ദസാക്കി തരട്ടെ. സിറ് മുഖദ്ദസായ ആളുകളിൽ അള്ളപ്പെടുത്തട്ടെ. അപ്പൊ മുഅ്മിനീങ്ങൾ ആദ്യം വേണ്ടത് ഈമാൻ. ആദ്യം വേണ്ടത് എന്താണ്? അപ്പൊ അൽസിനത്തിൽ നിന്ന് ഈമാൻ തുടങ്ങണം. അൽസിനത്തിൽ ഈമാന്റെ തുടക്കം ഏതുകൊണ്ടാണ്? വഹുവ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് നാവിൽ നിന്ന് തുടക്കം കുറിക്കേണ്ടത്? ഒന്ന് ചൊല്ലിക്കാണി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് ചെല്ലണം. അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട്, നാവിൽ നിന്ന് തുടങ്ങിയിട്ട് അത് കുലൂബിലേക്ക് ഇറങ്ങണം. എവിടേക്കിറങ്ങണം? എവിടേക്കിറങ്ങണം? കുലൂബിലേക്ക് ഇറങ്ങണം. കുലൂബിന് കൽബ് എന്ന് പറഞ്ഞാൽ അത് മക്ലൂബാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കൽബ് എന്നുണ്ടാവും മക്ലൂബാണ്. കാരണം കൽബിന് എന്തുണ്ട്? മഹജൂബായ മർത്തബയുണ്ട്, മഖബൂലായ മർത്തബയുണ്ട്. കൽബിന് എന്തുണ്ട്? രണ്ട് മർത്തബുണ്ട്. ഏതാ? മഹജൂബായ മർത്തബ, മഖബൂലായ മർത്തബ. മഖബൂൽ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഹിജാബുകളൊക്കെ നീങ്ങി പോണം. മാസിവല്ലനെ തൊട്ട് കൽബിൽ എല്ലാ മാസിവല്ല, അല്ലാത്ത എല്ലാ വസ്തുക്കളിൽ നിന്നും കൽബിൽ എല്ലാ ഹിജാബും എന്ത് ചെയ്യണം? നീങ്ങുമ്പോഴാണ് കൽബ് എന്താകുന്നത്? മഖബൂലാകുന്നത്. അല്ല വൈരിയത്ത് കൊണ്ട്, മാസിവല്ല കൊണ്ട് കൽബ് ജോലിയായാൽ ആ കൽബ് മഹജൂബാണ് എന്നാ. കൽബ് എന്താണ്? കൽബിനെ പറ്റിയ മഹജൂബ് എന്ന് പറയാൻ പറ്റുള്ളൂ, അള്ളാഹിനെ പറ്റി മഹജൂബ് എന്ന് പറയാൻ പാടില്ല എന്ന് ഇബ്നു അത്താഇല്ലാഹി തങ്ങള് അവിടുത്തെ ഹിക്കമിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹ് മഹജൂബായാൽ ഒരു ഹാജിബിന്റെ സത്റ് ആരെ മറക്കുന്നായി? ഒരു ഹാജിബിന്റെ സത്റ് കൊണ്ട് ആരെ മറക്കാൻ കഴിയും? ഹജിബ് കൊണ്ട് അള്ളാഹിനെ മറക്കാൻ കഴിയും. അപ്പൊ അള്ളാഹ് മഹജൂബ് പറയാൻ പാടില്ല. മഹജൂബ് ആകുന്നത് ആരാണ്? നമ്മളെ കൽബാണ് മഹജൂബ്. അള്ളാഹ് നമ്മളെ ഹിജാബൊക്കെ ഒന്ന് നീക്കി തരട്ടെ. ഹിജാബൊക്കെ ഒന്ന് നീക്കി തരട്ടെ. ഈ ഹിജാബ് നീങ്ങണമെങ്കിൽ 100 കിട്ടണം. 100 കിട്ടണം. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്തണമെങ്കിൽ 100 അല്ല ലോകത്ത് വെച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ 100 ആദ്യം നാവിൽ സ്ഥാപിക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി മഹാനവറുകളുടെ ചിശ്തി തരീഖത്തിന്റെ വിറുദില് ഏറ്റവും വലിയ ദിക്റാണ്. ഏത് ദിക്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ. അതാണ് ഇവിടെ മഹ്ദറത്തുൽ ബദരി നടക്കലില്ലേ? ഉണ്ട്. അതിലെ ഒന്നാമത്തെ ദിക്റ് ഏതാ? ഒരു ദിക്റ് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചിശ്തി തരീഖത്തിന്റെ വിറുദാണത്. അത് ചൊല്ലണം നമ്മളെപ്പോഴും. എന്നിട്ട് അത് നല്ല ചൊല്ലിയിട്ട് അശ്വദ് കൊണ്ട് തുടങ്ങണം. അശ്വദ് പറഞ്ഞാൽ മനസ്സുറപ്പിച്ച്, അശ്വദ് പറഞ്ഞാൽ എന്താ? മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് മൊഴിയുന്നു. മുനാഫിക്കിന്റെ പറച്ചിൽ പറഞ്ഞാൽ പോരാ, അശ്വദ് ആകണം. അശ്വദ് മുനാഫിക്ക് പറയും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ മുനാഫിക്കുകളെ കൂട്ടത്തിൽ പെട്ടുപോകൽ അല്ലാഹ് കാക്കട്ടെ. അപ്പൊ പാവപ്പെട്ട സാധാരണക്കാരായ മഖ്ലൂക്കായ നമുക്ക് മനുഷ്യനാകാൻ യോഗ്യം ലഭിച്ചു എന്നുള്ളത് അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. കാരണം അള്ളാഹുവിന്റെ നൂറാകുന്ന സയ്യിദുൽ വജൂദിനെ അള്ളാഹ് ലോകത്ത് ഇൽഹാർ ചെയ്തത് ഏത് രൂപത്തിലാണ്? ആരുടെ രൂപത്തിലാണ്? മനുഷ്യ രൂപത്തിലാണ്. അതാണ് അനസ് പറഞ്ഞത്, ഇന്നമാന ബശറുൻ എന്ന് പറഞ്ഞത്. മനുഷ്യ രൂപത്തിലാണ് അള്ളാഹ് വെളിവായത്. അത് മനുഷ്യ രൂപത്തിൽ വെളിവായത് തങ്ങളെ സ്ഥാനം കുറക്കാനല്ല. ചിലവര് തങ്ങളെ സ്ഥാനം കുറക്കാനാ ആ ആയത്ത് ഉപയോഗിക്കല്. അതിനല്ല ഉപയോഗിക്കേണ്ടത്.
ഈ മനുഷ്യനാകുന്ന ഞാൻ ഇത്ര വലിയ പവറുള്ള വസ്തുവാണെന്ന് എനിക്ക് എന്നെ കുറിച്ച് പഠിക്കാനാണ് ഏത് പദം പറഞ്ഞത്? എന്ത് പറഞ്ഞത്? ബഷർ എന്ന് പറഞ്ഞത്. നമ്മളങ്ങനല്ല, ബഷറല്ലേ, പിന്നെ മാതിരിയല്ലേ, അങ്ങനെയല്ല കൂട്ടേണ്ടത്. ബഷർ എന്ന് പറഞ്ഞത് ഇതാണില്ലേ, തങ്ങളാണില്ലേ. അപ്പൊ ഞാനൊന്നൊരു ബഷറ ആയിട്ടില്ലല്ലേ, അങ്ങനെ പഠിക്കേണ്ടത്, അങ്ങനെ ആയത്ത് പഠിക്കേണ്ടത്, അല്ലാതെ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്യല്ല. അങ്ങനെയാണ് ബഷർ എന്നതിന്റെ അർത്ഥം പഠിക്കേണ്ടത്. എങ്ങനെ ബുദ്ധിയുള്ള പഠിക്കേണ്ടത്? ബഷർ എന്ന് പറഞ്ഞ സയ്യിദുൽ വജൂദിനെ കുറിച്ചാണ് ബഷർ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനൊന്നും ഹഖീഖത്തിൽ ആരായിട്ടില്ല, ആരായിട്ടില്ല, ബഷർ ആയിട്ടില്ല. നിന്റെ കുസൂറ്, നിന്റെ പോരായ്മ മനസ്സിലാക്കാനാണ് ഏത് പഠിപ്പിച്ചത്? ബഷറുൻ മിഥുലുക്കുന്ന് പഠിപ്പിച്ചു തന്നത്. അത് തങ്ങളെ സ്ഥാനം കുറക്കാനാകാൻ പാടില്ല. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തങ്ങളെ കുറിച്ച് നല്ലോണം പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ സയ്യിദുൽ വജൂദ് മുത്തു റസൂൽ, സയ്യിദുൽ ബഷർ മുത്തു റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു ലോകത്ത് ആ വലിയ മഹത്തായ അഷ്റഫുൽ മൗജൂദിനെ ഈ ലോകത്ത് അല്ലാഹ് മലക്കാക്കാമായിരുന്നു, പല രൂപത്തിലും കൊണ്ടുവരാമായിരുന്നു. അല്ലാഹു തആല ലോകത്തിൽ പ്രത്യക്ഷത്തിൽ ലോകാവസാനത്തിൽ ഇൽഹാർ ചെയ്തത് ഏത് രൂപത്തിൽ ഈ ഇരിക്കണ എന്തെങ്കിലും രൂപത്തിൽ കൊണ്ടുവന്നപ്പോ നമ്മളൊക്കെ എത്ര അന്തസ്സുള്ള ആൾക്കാരാ. ഈ അന്തസ് നമ്മള് കള്ളുഷാപ്പിലും അതുപോലെയുള്ള ഹറാമായ ശാലകളിലൊക്കെ കൊണ്ടുവച്ച് വെറുതെ ബശരീയത്തിന്റെ പൊരുള് നമ്മൾ നശിപ്പിച്ച് കളിയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹ് നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹ് നമുക്ക് സലാമത്ത് നൽകട്ടെ. അതുകൊണ്ട് നാവിൽ എന്ത് തുടങ്ങണം? എന്ത് തുടങ്ങണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ചുണ്ട് തുറന്നിട്ടും ചുണ്ട് തുറക്കാതെയും ഉള്ളിലേക്ക് ആശയം ഇറക്കിയിട്ടും ശരീരം കൊണ്ട് ആടിയിട്ടും ആടാതെയും എല്ലാ അർത്ഥത്തിലും മുറാഖബീന്ന് തുടങ്ങി അത് മുഷാഹദയാക്കി മാറ്റണം. എന്ന് തുടങ്ങണം. മുറാഖബീന്ന് തുടങ്ങിയിട്ട് എന്താക്കി മാറ്റണം? അപ്പൊ നമ്മൾക്ക് ഹഖീഖിയായ മൗജൂദായ ഇലൂഹിയത്തിന്റെ മഅരിഫത്തിലേക്ക് അതിൽ ഖൽബിൽ കശ്ഫ് കിട്ടണമെങ്കിൽ, ഈ ഖൽബ് മുകാശിഫായി മാറണമെങ്കിൽ നമുക്കൊരു നൂറ് തന്നിട്ടുണ്ട്. ആ നൂറാണ് സയ്യിദുൽ വജൂദ് മുത്തു റസൂലുള്ളാഹി. ആ നൂറിനെ നമ്മൾ സ്ഥാപിക്കേണ്ട ക്രമത്തിൽ നമ്മൾ മനസ്സിൽ സ്ഥാപിക്കണം. അങ്ങനെ നമ്മൾ സ്ഥാപിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ പണിയെടുക്കണം. മുഹമ്മദ് നബി ആരാന്ന് നമ്മൾ പഠിക്കണം, നല്ലതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹിനെ കുറിച്ചൊക്കെ പറഞ്ഞ സംഭവ വികാസങ്ങൾ നമ്മൾ പഠിക്കണം. അക്രിപുറത്തെ പാപ്പ പഠിപ്പിക്കുന്നു, ഹബീബ് റസൂലുള്ളാഹി തങ്ങൾക്ക് രണ്ട് മർത്തബുണ്ട്. ഏതാണ്? മുഹമ്മദിയ, അഹ്മദിയ. മുഹമ്മദിയ, അഹ്മദിയ. ഈ രണ്ട് മർത്തബയില് ഈ പ്രപഞ്ചം ആകെ കെടുക്കുന്നത് മുഹമ്മദീയത്തിന്റെ അംശയമായിട്ടാണ്. എന്തായിട്ടാണ് കെടുക്കുന്നത്? അഹമ്മദിയത്ത് എന്താന്ന് ലോകത്ത് ഒരു ശക്തിക്കും അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരു ശക്തിക്കും അല്ലാഹു ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്ക പറയാ ഒരു മടി. ഒരു ശക്തിക്കും അല്ലാഹു ചെയ്തിട്ടില്ല. ഞാൻ പറയട്ടെ, തങ്ങളെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഖുർആനിൽ അല്ലാഹ് വിളിച്ചു ത്വാഹ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂലന്മാര് പറയും ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ത്വാഹ. നിങ്ങൾ തഫ്സീറിൽ പഠിച്ച് അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി. അതിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് മുഫസ്സിരീങ്ങൾ മുഴുവൻ പറഞ്ഞ തഫ്സീർ എന്താ? അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി. വേറൊരു ആയത്ത് പറഞ്ഞു യാസീൻ. തഫ്സീർ അറിയും, തഫ്സീർ അറിയും. എന്താ പറഞ്ഞത്? അല്ലാഹു അഅലം. അതാ തഫ്സീർ, അതാണ് അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി. അങ്ങനെ നമുക്കൊന്നും തിരിയാത്ത പൊരുൾ ആർക്കുണ്ട്? ആർക്കുണ്ട്? തങ്ങൾക്കുണ്ട് എന്നുള്ള സൂചിപ്പിക്കാണ്. ഏത് പദത്തിൽ കൂടി? ത്വാഹ, യാസീൻ, അന്ത ഹാമീം, അന്ത യാ സല്ലി യാ റബ്ബനാ സല്ലി മന്നാ അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വാ ഹാമീം. ഉള്ളൂർസ്ഥാന്റെ വരികൾ നോക്കുകയാണെങ്കിൽ സല്ലി യാ റബ്ബന സല്ലി മന്നാ അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വാ ഹാമീം. മുത്തുനബിനൊന്ന് കാണാനുള്ള ഭാഗ്യം തരണമല്ല, തൗഫീഖ് തരണമല്ല. ദുന്യാവിന്ന് നമുക്ക് കാണാൻ അല്ലാഹ് തന്ന പവറാണ് മുത്തുനബി. ദുന്യാവിന്ന് നമുക്ക് കാണാൻ
അള്ളാഹുവിന്റെ മഖ്ലൂക്കില് നമുക്ക് കാണാൻ അള്ളാഹു തന്ന സംഗതിയാണ് ഇത്. മുത്തു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ല്ലേ, ആരെങ്കിലും ഉറക്കത്തിൽ എന്നെ സ്വപ്നം കണ്ടാൽ ഫഖദ് റആനി, അവൻ ആരെ തന്നെയാണ് കണ്ടത്? എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി ഐ ബിസൂറത്തി. എന്റെ രൂപം കൊണ്ട് അഭിനയിക്കാൻ ആർക്ക് കഴിയൂല? പിശാചിന് കഴിയൂല. എന്റെ കാരണം പിശാചിനെ എവിടുന്ന് ഉണ്ടായതാ? തങ്ങളെ ഒളിവിന്റെ ഒരു ഭാഗത്തു നിന്നുണ്ടായതാ. പിന്നെ അത് ആർക്ക് അഭിനയിക്കാൻ കഴിയൂല? ഒരു ജീവിക്കും അഭിനയിക്കാൻ കഴിയൂല. മനസ്സിലായ? അപ്പൊ അതിലുണ്ട് തങ്ങളെ സ്വപ്നം കണ്ടത് തങ്ങളാണെങ്കിൽ പിശാചിന് രൂപപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ ആരെ കാണണം? അത് ഏത് ഇല്ലത്തിലുണ്ട്. ചില ആൾക്കാർ അത് ഹദീസ് അർത്ഥം വെച്ച് കാണാൻ അതും കിട്ടും ആക്കുക. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ഇതിന്റെ കാരണം പറഞ്ഞത് എന്താ? ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. എന്റെ രൂപം കൊണ്ട് രൂപപ്പെടാൻ പിശാചിന് സാധ്യമല്ല. അപ്പൊ ഏത് രൂപത്തിൽ കാണണം? പിശാചിന് രൂപപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ ആരെ കാണണം? നിങ്ങൾ എന്തെങ്കിലും കണ്ട് തങ്ങളറിഞ്ഞ നടക്കൂല. എന്തുകൊണ്ട് നമ്മളെ സദസ്സ് ധന്യമായി. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ആ സയ്യിദുൽ വജൂദിലേക്ക് നമ്മളൊരു ചെറിയ എത്തിനോട്ടം നോക്കുകയാണ്. നമ്മളെ ഒന്നിനും പറ്റാത്ത കഴിവ് കൊണ്ട്, നമുക്കൊന്നിനും സാധിക്കാത്ത കഴിവ് കൊണ്ട് അല്ലാഹു തആല ആ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ആ ബഹുമാനം അല്ലാഹു നമുക്ക് നൽകും. മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇമാം ഹുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞ് അവസാനം എവിടെ എത്തിയത്? ബഹുമാനപ്പെട്ട ഹുസൂരി ഇമാം അല്ലേ, അതെഴുതി. മൂപ്പർക്ക് അതിന്റെ വാക്ക് എഴുതാൻ കിട്ടണില്ല. ചരിത്രത്തിൽ കാണാം. ഏത് വരെ എഴുതി? ബുർദയിൽ ഏത് വരെ എഴുതി? എനിക്ക് ആകെ കിട്ടിയത് തങ്ങളാണ് മനുഷ്യൻ. എനിക്ക് കിട്ടിയ അറിവ് അർത്ഥങ്ങൾ എന്നെ പഠിക്കണോ? തങ്ങളെ കുറിച്ച് പഠിച്ച് ഞാൻ എത്തപ്പെട്ട മബുലഗ് അന്നഹു ബശർ, തങ്ങളാണ് മനുഷ്യൻ എന്നതാണ്. നമ്മളൊന്നുമല്ല. അതാണ് അർത്ഥം. അത് ദുർവ്യാഖ്യാനം ചെയ്യരുത്. അതാണ് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ച അർത്ഥം. അത് ഉദ്ദേശിച്ചതിന്റെ ബാക്കി മൂപ്പർക്ക് ചെല്ലാൻ കിട്ടണില്ല, എഴുതാൻ കിട്ടണില്ല. അപ്പൊ ഇങ്ങനെ ഇരുത്തത്തിൽ ഉറക്കം വന്നു. അപ്പൊ തങ്ങളാണ് മുഴുവിച്ചു കൊടുത്തത്. റസൂലുള്ളാഹിയാണ് ബാക്കി പാടി കൊടുത്തത്. എന്താ ബാക്കി പാടി കൊടുത്തത്? അത് തങ്ങൾ പറഞ്ഞു കൊടുത്ത പദം. ഞാൻ തങ്ങളെ കുറിച്ച് എത്ര പഠിച്ചാലും എഴുതിയാലും ഞാൻ പഠിച്ചു കൊടുത്ത ആകെ എത്തിപ്പെട്ട എന്റെ മബുലഗ് അന്നഹു ബശറുൻ, തങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ. വേറെ ഇവിടെ മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലായിട്ടില്ല. ബാക്കി തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ആ ജവാബിൽ ആ പദം ഉൾപ്പെടുത്തിയത്. ഏത് പദം? മൗലായ സ്വല്ലി വസല്ലിം ദാഇ മൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അത് റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞു കൊടുത്ത പദം ജവാബിൽ ആര് ഉൾപ്പെടുത്തിയതാണ്? ഇമാം ഹുസൂരി തങ്ങൾ. അതുകൊണ്ട് ഓരോ വരിക്കും ജവാബ് ചെല്ലണം എന്നാണ് വെറുതെ. നിങ്ങൾ എങ്ങനെയാ ചെല്ലണത് നിർത്തല്ലിട്ടാ. അത് പറഞ്ഞിക്കാണ്ട ചെല്ലൽ നിർത്തണ്ട. അല്ലാഹു തആല അതോടുകൂടി വെറുതെ എല്ലാം തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖീഖത്തിൽ മൗജൂദായ അല്ലാഹു അവന്റെ ഹബീബിനെ ലോകത്ത് സയ്യിദുൽ വജൂദായി കൊണ്ടുവന്ന ഹബീബിനെ ആദരിക്കണമെന്ന് മഅരിഫത്ത് കൊണ്ടും ഇൽമു കൊണ്ടും അല്ലാഹു ആദരിച്ച് നിലനിർത്തുമ്പോ എന്റെ ഹബീബിനെ ആദരിക്കാൻ ഇവിടെ ഒരു മഖ്ലൂഖ് വേണം എന്ന നിലയ്ക്ക് അല്ലാഹു തആല ഇവിടെ മറ്റു മഖ്ലൂഖിനെ കൊണ്ടുവരുമ്പോ തങ്ങളിൽ നിന്നുണ്ടായ 100 ആ വലിയ പ്രവാഹ മുഹമ്മദിയ ആ മുഹമ്മദിയത്തിൽ നിന്നും 4 കിസ്മുകൾ ഉണ്ടായി. അല്ലേ, അറിയാലോ? 1 ലൗഹ് ഉണ്ടായി, 2 കലമുണ്ടായി, 3 അർശ് ഉണ്ടായി,
നാലാമത്തതിൽ നിന്ന് വീണ്ടും 4 എണ്ണം ഉണ്ടായി. ഹമലത്തുൽ അർശ് ഉണ്ടായി, കുർസി ഉണ്ടായി, ബാക്കിയുള്ള മലക്കുകൾ ഉണ്ടായി. നാലാമത്തതിൽ നിന്നും വീണ്ടും 4 എണ്ണം ഉണ്ടായി. സമാവാത്ത് ഉണ്ടായി, അറാളി ഉണ്ടായി, സ്വർഗം നരകം ഉണ്ടായി. നാലാമത്തതിൽ നിന്നും വീണ്ടും 4 എണ്ണം ഉണ്ടായി. ഒന്ന് അൽസിനത്തുൽ മുഅ്മിനീൻ, ഒന്ന് ഖുലൂബുൽ മുഅ്മിനീൻ, ഒന്ന് അബ്സാറുൽ മുഅ്മിനീൻ. വേറൊരു പാർട്ടോടെ ബാക്കിയുണ്ട്. ഇനി ആരെങ്കിലും ഒരു ഇസ്കാലേറ്റ് വന്ന് കണ്ട് ഇത് എവിടെ ഉണ്ടായിന്ന് ചോദിച്ചാലേ അതിനെടോ 4-ാമത്തെ ഒന്നോടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ മതി. 4-ാമത്തെ ഒന്ന് അവിടെ എന്തുണ്ട്, ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു മനസ്സിലായ? ഞാനത് ബാക്കി പറയാത്തത് ഞാൻ കണ്ട കിതാബിലായി ബാക്കിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറയാത്തത്. കാണാത്തത് പറയാൻ പറ്റൂല്ലോ. ഞാൻ കണ്ട കിതാബിൽ ആ ബാക്കി 4-ാമത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഇവിടെ നമ്മളെ വിഷയം നമ്മളും തങ്ങളുള്ള ബന്ധം. തങ്ങളെ 13 പാർട്ടിൽ 3 പാർട്ടും മനുഷ്യർക്ക് ഈമാൻ വരുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാവ് കൊണ്ട് ആദ്യം ഈമാന്റെ അധ്യായം തുറക്കണം. ഏത് തുറക്കണം? ഈമാന്റെ അധ്യായം ആദ്യമായി തുറക്കണം. അത് ഏത് പദമാണ്? ഏത് പദമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചെല്ലാൻ ഒരു മടി ഉണ്ടാക്കരുത്. നല്ലോണം ചെല്ലണം. ശുദ്ധിയോടുകൂടി ഇരുന്നിട്ട്, നല്ല ഖുലൂറുൽ ഖൽബോട് കൂടി ഇരുന്നിട്ട് മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി ഇറക്കി കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെല്ലണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ ചൊല്ലണം. അത് നമ്മൾ ചൊല്ലുമ്പോ ഇൻഷാ അല്ലാഹ് നമ്മളെ ഖൽബിന്റെയും ഖുലൂബിന്റെയും മാറും. ആരെക്കുറിച്ച്? അള്ളാഹുവിനെ കുറിച്ചും തങ്ങളെ കുറിച്ചുള്ള നൂറിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും. പിന്നെ ഖുലൂബ് തങ്ങളെ നൂറായി വിളങ്ങും. ഖുലൂബ് തങ്ങളെ നൂറായി വിളങ്ങുമ്പോ അള്ളാഹു ആരാണെന്ന് അവിടെ മനസ്സിലാവും. മനസ്സിലാക്കപ്പെടുന്ന മഅറൂഫായ സംഗതി അള്ളാന്റെ ഔസാഫാണെങ്കിൽ അതിനെ നമുക്ക് അറിയിച്ചു തരുന്ന ശക്തി റസൂലുള്ളാന്റെ നൂറാണ്. അറിയിച്ചു തരുന്ന ശക്തി ആരാണ്? റസൂലുള്ളാന്റെ നൂറാണ്. മനസ്സിലായ? ഈ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്. പക്ഷെ ഈ കരണ്ടാണ്ട് പോയാൽ ഞാനൊന്നും കാണൂല. എന്താ കാരണം? വസ്തുക്കൾ ഇല്ലായിട്ടാ? വസ്തുക്കൾ ഇവിടെ ഇല്ലേ? കണ്ണിന് കാഴ്ചയില്ലേ? കണ്ണിന് കാഴ്ചയില്ലേ? പിന്നെന്താ ഇവിടെ നഷ്ടപ്പെട്ടത്? കാഴ്ചയെ മഖ്ലൂക്കായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഒളിവ് ഇവിടെ ഉണ്ട്. ഇല്ലേ? ഒളിവില്ലേ? ആ ഒളിവേറ്റിന്റെ കാഴ്ച ബന്ധപ്പെടുമ്പോ എന്താവും? ഞാൻ കണ്ടുപിടിച്ച് അടിച്ചു തർന്നാലോ, ഞാൻ വഹാബി ആയാലോ കാണൂല. മനസ്സിലായ? മനസ്സിലാണ്ട്? നീ എന്തെല്ലാം മനസ്സിലാണ്ടിച്ചിട്ട് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തൗഫീഖ് അള്ളാഹു നൽകി തരുമാറാകട്ടെ. ഞാൻ പിന്നെ എൻ്റെ മലപ്പുറം ശൈലിയിലൊക്കെ പറയട്ടോ. എനിക്ക് ബേജാറില്ല. മലപ്പുറക്കാർ ഇതിൻ്റെ അടിയിൽ ഇരിക്കണ് കാണുന്നുണ്ട്. മലപ്പുറത്തുനിന്ന് വന്ന ആൾക്കാർ. അതുകൊണ്ട് ബേജാറില്ല. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബ് റസൂലുള്ളാഹി തങ്ങളാകുന്ന ഒളിവിനെ കുറിച്ച് നല്ല പഠനം നടത്തണം. എന്താണ് ആ ഒളിവ്? മഹാന്മാർ മുഴുവൻ അതുകൊണ്ടാണ് ജോലിയായത്. ആ വിഷയത്തിൽ ഒരു ജോലിയായി. അങ്ങനെ തങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങും. തങ്ങൾ ആരാന്ന് അറിയുന്നിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താകാൻ തുടങ്ങും? മനസ്സിലാക്കാൻ തുടങ്ങും. എനിക്ക് ഈ വസ്തു കാണാൻ കണ്ണ് കാണാറിഞ്ഞ ഏരിയാണ്. തങ്ങൾ കാണാറിഞ്ഞാൽ അത്ര പേന് അർത്ഥമുള്ളൂ. അള്ളാഹുവേ ഞങ്ങളെ കണ്ണിന് കാഴ്ച നൽകണം അല്ലാ. ഞങ്ങളെ കണ്ണിന്റെ പവർ ഉയർത്തണം അല്ലാ. ഞങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി മുത്തു റസൂലുള്ളാഹിയുടെ ആ കൃഷ്ണമണി എന്നെ തങ്ങളെ നൂറായി മാറണം, ഒളിവായി മാറണം. അവിടേക്ക് നമ്മളെ കൽബ് എത്തിച്ചേരണം. അങ്ങനെ നമ്മൾ എത്തി തങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ കൂടി തങ്ങളിലേക്ക് ഹൃദയം ഇറക്കി 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 കൊണ്ടുവന്ന് നമ്മളെ കൽബ് സിറില് മുഖദ്ദസായ സിറിൽ എത്തിച്ചേരുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ദീഖീങ്ങളെ മർത്തബ. ഏതാ സിദ്ദീഖീങ്ങളെ മർത്തബ? കാനൽ ഗൈബു ഷഹാദ. ഗൈബ് എന്തായി മാറും? ഷഹാദയായി മാറും എന്ന മർത്തബയിൽ നമ്മളെ സിറ് നൂറായി മാറുമ്പോ നമുക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും. അവർക്ക് ഔലിയാക്കളെന്നും ആരിഫീങ്ങളെന്നും സിദ്ദീഖീങ്ങളെന്നും ഒക്കെ പേര് പറയും. ഈ റൂട്ടിലേക്കാണ് നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ മുസ്ലിം ആയാൽ മതി. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർക്ക് ഓരോ വൈക്കോൽക്ക് പോകാം. അടവൂര് മൂപ്പരൊക്കെ ചോദിക്കലെന്താ? എന്റെ നാട്ടിൽ യഹൂദികൾ ഉണ്ടാന്ന് ചോദിക്കുക. ആരെ പറ്റി?
ഈ റസൂലുള്ളാഹിന്റെ സരന്താത്തുന്നവരെ കുറിച്ച് ചോദിക്കല്. എൻ്റെ നാട്ടിൽ യഹൂദികൾ ഉണ്ടാന്നാ ചോദിക്കുക. അള്ളാഹു യഹൂദികളെ ഷർറിനെ തൊട്ട് നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹ് സലാമത്താക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മളെ സ്റ്റേജ്. എവിടെയാണ് തുടക്കം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതില് നമുക്ക് എന്ത് വേണം? ഞാൻ ചുരുക്കി പറയാം. ഇതിൽ നമുക്ക് തഫക്കുർ വേണം. ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? ഗസാലി ഇമാമിന്റെ ഭാഷ പറയുന്നത് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? തഫക്കുർ. എന്ത് വേണം? ഈ വിഷയത്തിൽ തഫക്കുർ വേണം. പക്ഷെ തഫക്കുർ എന്ത് വേണം? തഫക്കുർ ചെയ്യുന്നവന് ഇൽമു വേണം. തഫക്കുർ ചെയ്യുന്നവൻ എന്ത് വേണം? ഇൽമു വേണം. ഇൽമില്ലാതെ തഫക്കുർ ചെയ്താല് പണ്ട് നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു കൊടുത്ത ദർജ ഏറ്റി കൊടുക്കട്ടെ, ഉസ്താദിന് മനസ്സിലായില്ല. ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അടുത്ത് ഞാനും ഒരു ആചാര്യരും കൂടെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ചെന്നു. ഉസ്താദിന്റെ അടുത്ത് ചർച്ച ചെയ്തു. ഉസ്താദ് നല്ല സരളമായ ശൈലിയിൽ പറഞ്ഞു തന്നു. അപ്പൊ ഉസ്താദിന്റെ ഈ തമാശയും ശൈലിയൊക്കെ കണ്ടപ്പോ ആചാര്യ ഒന്ന് ഉണർന്ന് ആചാര്യ ചോദിച്ചാൽ, ഉസ്താദ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു ഇവിടെ ഉണ്ടാവുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ എന്തിനാ വേറെ ഒരാളോട് സഹായം തേടുന്നത്? വിഷയം മനസ്സിലായല്ലോ? വേറെ ഒരാളോട് ചില മൂല്യന്മാർക്കുണ്ട് ഈ സംശയം എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു ഉണ്ടാവുമ്പോ പിന്നെ എന്റെ ഇടയിൽ വേറെ ഒരാളോട് നമ്മൾ സഹായം തേടുന്നത്. ഇത് ചോദിച്ചപ്പോ ഉസ്താദ് ഒരു തമാശ പറഞ്ഞു. പണ്ടൊരാള് പറഞ്ഞു, ഒക്കെ ഒരു ഉദാഹരണത്തിൽ കൂടിയാണ് പറയാ. പണ്ടൊരാള് പറഞ്ഞു, ഞാൻ ചത്തതേ തിന്നലുള്ളൂ, അർത്ഥത തിന്നലില്ല. കാരണം ചത്തത ആര് സ്വന്തം അർത്ഥത? ചത്തത് ആര് സ്വന്തം അർത്ഥത? ആര് സ്വന്തം അർത്ഥ? അള്ളാഹു. ഒരാളെ ഇടപെടുത്താതെ അർത്ഥതാണ് ആര്? മനസ്സിലാണില്ലേ? അർത്ഥിയിലോ ഒരാളുണ്ട്, അത് ശിർക്കാണ്, ഞാൻ തിന്നൂല. അർത്ഥിയിൽ എന്തുണ്ട്? ശിർക്കുണ്ട്. ഇത് മാത്രം ക്ലിപ്പിടല്ലിട്ടാ. ക്ലിപ്പിടുന്ന പേടിയുള്ള കാലം അപ്പോ ഈ കാക്കട്ടെ നമ്മളെ. പ്രിയമുള്ളവരെ, ചത്തിയിൽ എന്തുണ്ട്? ചത്തിയിൽ ശിർക്ക് ആര് മാത്രം? മറ്റേതെന്തുണ്ട്? ഒരാളെ ഇടപെടലുണ്ട്, ഞാൻ തിന്നൂല എന്ന് പറഞ്ഞു. ഈ ആചാര്യ ഉടനെ പറഞ്ഞു, ഈ ഉസ്താദ് പറയണ്ട, എനിക്ക് മനസ്സിലേക്കിട്ട് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, തൗഹീദ് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ മലയാളത്തിൽ അതിന്റെ വേർഡിന്റെ അർത്ഥം പറഞ്ഞു കാണ്ട് ചിന്തിക്കണതല്ല തൗഹീദ്. ചേർത്ത് കൊടുക്കണ്ടോലെ ചേർത്ത് കൊടുക്കേണ്ടോടത്ത് എന്ത് ചെയ്യണം? ചേർത്ത് കൊടുക്കണം. ഉൾപ്പെടുത്തേണ്ടോലെ ഉൾപ്പെടുത്തേണ്ടോടത്ത് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തി കൊടുക്കണം. അതാണ് തൗഹീദ്. വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. ഇതാണ് തൗഹീദ്. അതുകൊണ്ട് നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സമ്പൂർണമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ആദ്യമായി ഏത് നൂറിലെത്തിച്ചേരണം? സയ്യിദുൽ വജൂദ് സയ്യിദുൽ വറാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാനസികമായി ഒരു അടിമയുടെ ഖൽബ് എത്തിച്ചേരണം. എത്തിയാൽ തന്നെ എവിടെ മാത്രമേ എത്തുകയുള്ളൂ? മുഹമ്മദ് വരെ എത്തുകയുള്ളൂ. എവിടേക്ക് എത്തുകയില്ല. അഹ്മദ് എന്താന്ന് മനസ്സിലാക്കാൻ കഴിയൂല. റസൂലുള്ളാഹിന്റെ അഹ്മദിയത്ത് തിരിയൂല. അത് ഖുർആന്റെ സൂചനയാണ്. ഞാൻ ആയത്ത് പറഞ്ഞല്ലോ, ചില ആയത്തുകളൊക്കെ മനസ്സിലാകാത്ത പദങ്ങൾ പറഞ്ഞില്ലേ, തങ്ങളെ കുറിച്ച് പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തങ്ങളാകുന്ന പ്രപഞ്ചം നമുക്ക് മനസ്സിലാകാത്ത പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിനെ ഒരു കണ്ണുകൊണ്ട് കണ്ടാൽ പിശാചിന് രൂപപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ റസൂലുള്ളാഹിനെ ആരെങ്കിലും ഉറക്കത്തിൽ കണ്ടാൽ ആ കണ്ടത് എന്നെ തന്നെയാണ്, ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളെ ഒന്ന് കാണാനല്ല നമുക്ക് ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ആ തങ്ങളെ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ താലോലിക്കണം, മനസ്സിന്റെ ഉള്ളിൽ ആദരിക്കണം, മനസ്സിന്റെ ഉള്ളറയിൽ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ പോലെയുള്ള കിതാബുകളിൽ ആദ്യമായി പറഞ്ഞത്, ഒരു മുകല്ലഫായ മനുഷ്യൻ ആദ്യമായി അറിയേണ്ട കാര്യം പറഞ്ഞു കൊടുത്ത് പ്രധാനമായി അറിയേണ്ടത് ആരാണ് നിന്റെ നബി എന്ന് ആദ്യമായി അറിയണം. തങ്ങളെ പേരറിയണം, തങ്ങളെ ഉമ്മാനെ അറിയണം, തങ്ങളെ വാപ്പാനെ അറിയണം, തങ്ങൾ ജനിച്ച നാടറിയണം, തങ്ങൾ വഫാത്തായി കിടക്കുന്ന നാടറിയണം എന്ന് ഫത്ഹുൽ മുഈൻ പോലെയുള്ള കിതാബിൽ മുകല്ലഫിന്റെ ആദ്യത്തെ ഉജൂബ് പറഞ്ഞു കൊടുത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചത് ആദ്യമായി ഇതറിഞ്ഞിട്ട് വേണം മറ്റുള്ള ഇൽമിലേക്ക് നമ്മൾ കടന്നു വരാൻ. അതുകൊണ്ട് സാലിമാവ് പഠിപ്പിക്കുന്നു, തഫക്കുർ ചെയ്യുന്ന വ്യക്തി തഫക്കുർ ചെയ്യുന്നത്
ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ വിവരമില്ലാതെ ചിന്തിച്ചാൽ അതിൽ വിവരക്കേടുകൾ സംഭവിച്ചു പോകും. അതുകൊണ്ട് മുത്തഫക്കിറിന് ആദ്യം നേടേണ്ടത് ഇൽമാണ് നേടേണ്ടത്. അതെന്ത് വേണം? ഇൽമ് നേടണം. ആദ്യം നേടണം, ഇൽമ് നേടണം. ഇൽമിന്റെ ആകത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിഷയത്തിന്റെ കാമ്പും കഴമ്പും അവിടെയാണ് നമ്മളെ ഇൽമ എത്തിച്ചേരുന്നത്. അവിടേക്ക് നമ്മളെ ഇൽമ എത്തിച്ചേരണം. എന്നിട്ട് ആ ഇൽമിൽ നമുക്ക് എന്ത് വേണം? തഖർറുബ്, ലക്ഷ്യം വേണം. ബഹുമാനപ്പെട്ടവർ പറയാണ്, എന്ത് ലക്ഷ്യം വേണം? തഖർറുബ്, ലക്ഷ്യത്തോടു കൂടി പ്രവേശിച്ചെങ്കിലേ മൻ സലക്കാന്ന് പറയുള്ളൂ. മൻ ദഖലാന്ന് പറഞ്ഞാൽ അതല്ല. മൻ സലക്കാന്ന് പറയണമെങ്കിൽ എന്തോടുകൂടി പ്രവേശിക്കണം? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, അള്ളാഹ് ആരാന്ന് അറിയണം, അള്ളാഹിന്റെ അടുക്കൽ സാമീപ്യം കിട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവേശിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സലക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അവർക്ക് സാലിക്ക് എന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റഹ്മാനായ റബ്ബ് നമ്മളെ മുത്തഅല്ലിമീങ്ങളെ നമ്മളൊക്കെ അല്ലാഹ് സാലിക്കീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, സാലിക്കീങ്ങളാക്കി മാറ്റുമാറാകട്ടെ. തഖർറുബ്, ലക്ഷ്യം വേണം. അതോടുകൂടി അമൽ ചെയ്യണം, ആമിലായി മാറണം. ആരായി മാറണം? തെറ്റി മാറരുത്. തഫക്കുർ ചെയ്ത് ഇറങ്ങുന്ന വ്യക്തി ആദ്യം എന്ത് വേണം? തഅല്ലുമ് ചെയ്യണം. തഅല്ലുമിൽ ലക്ഷ്യം എന്താവണം? തഖർറുബാകണം. ആരെ പൊരുത്തം നേടുക? ആരെ ഖുർബ് നേടുക? അള്ളാഹുവിന്റെ സാമീപ്യം നേടുക. പിന്നെ അതോടൊപ്പം എന്ത് വേണം? ആമിലാകണം. ആരാകണം? പിന്നെ സായി ആകണം. സായി പറഞ്ഞാൽ അമല് സഹിയായി മാറണം. എന്തായി മാറണം? അമല് വിദാത്ത് മഖ്സൂദ്, ബാക്കിയുള്ളതൊക്കെ പുറമെ. ഞങ്ങളല്ല, അമൽ ഒരു സൈഡായിട്ടേ ചെയ്യുള്ളൂ. അങ്ങനല്ല, അമല് വിദാത്ത് മഖ്സൂദ്, അതാണ് സഹി. സഹി വിശദീകരിക്കേണ്ട ഒരു ലഫ്ളാണ് സഹി എന്ന പദത്തിന്റെ അർത്ഥം. അല്ലാഹ് നമുക്ക് സഹിയെ കുറിച്ച് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ 4 സംഗതി മുത്തഫക്കിറിനിക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? തഅല്ലുമ് വേണം. തഅല്ലും എന്തോടുകൂടിയാകണം? തഖർറുബ്, ലക്ഷ്യം വെച്ചിട്ടാകണം. അതോടുകൂടി എന്ത് ചെയ്യണം? ആമിലായി മാറണം. അമൽ എന്താക്കി മാറ്റണം? സഹിയായി മാറണം. അപ്പൊ അവന്റെ കൽബില് അറിയാത്ത അദൃശ്യ ജ്ഞാനങ്ങള് അല്ലാഹു കശ്ഫാക്കി കൊടുക്കും. ഇൽമുൽ മുകാശഫത്ത് കൊണ്ട് അവന്റെ കൽബിൽ ലംഘുന്ന കൽബായി മാറും. എല്ലാം നീങ്ങി, ഹജ്ബൊക്കെ നീങ്ങി, മഹജൂബിന്റെ അവസ്ഥ ഒക്കെ പോയി കൽബ് എന്തായി മാറും? മഖബൂലായി മാറും. കൽബ് എന്തായി മാറും? ഇപ്പൊ നമ്മളെ കൽബ് മഖബൂൽ എന്ന് പറയാനായിട്ടില്ല. അല്ലാഹു നമുക്ക് വിളിച്ചു വരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് എല്ലായിടത്തും തങ്ങളെ മുന്നിൽ വെക്കുക. എന്തൊരു സംഗതിക്ക് ഇറങ്ങുമ്പോഴും എന്ത് ആദ്യം അള്ളാഹിനെ കുറിച്ച് പറയാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. കാരണം നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലണ ദിക്റാണ് ഏത്? നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ ചൊല്ലുക? നിസ്കാരം കഴിഞ്ഞാൽ എന്താ ഖുർആൻ ചെയ്യാൻ പറഞ്ഞത്? ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാന്നല്ലേ അതിന്റെ തുടക്കമാണ് ഏത്? അപ്പൊ എന്ത് വിഷയത്തിന് ഇബ്തിഗാഅ് ചെയ്ത് ഇറങ്ങുമ്പോ ഏത് ചൊല്ലിയിട്ട് ഇറങ്ങണം? അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത. ഏത് വാതിൽ കടക്കുമ്പോഴും എന്ത് ചൊല്ലി കടക്കണം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സലാം പറഞ്ഞിട്ട് കിടക്കണം. പ്രവേശനത്തിൽ കാണാത്ത ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് നേരം പോലത്തെ നീച്ചുമ്പോ തന്നെ തുടങ്ങണം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഏത് വാതിൽ കിടക്കുമ്പോഴും എന്ത് ചൊല്ലി കിടക്കണം? അസ്സലാമു അലൈക. ബാത്റൂം വേണ്ടട്ടാ, അങ്ങനത്തെ റൂമൊക്കൊന്നും വേണ്ട. അല്ലാതെ ഏത് പോലീസുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും എന്ത് ചൊല്ലിട്ട് കിടക്കണം? നമ്മളൊക്കെ വീട്ടിലേക്ക് സാധനം വാങ്ങി പെരക്കാരൊക്കെ ചെല്ലുമ്പോ സാധനം 2 കയ്യിൽ പിടിച്ച് കൈ ഇങ്ങനെ കടഞ്ഞു ചെല്ലുമ്പോ ഭാര്യ വാങ്ങാൻ വന്നിട്ടില്ലെങ്കിൽ എന്റെ നാട്ടിലൊക്കെ കൊണ്ടുവരുന്ന പെരക്കാരൻ പറയുന്ന ഒരു ഭാഷ ഉണ്ട്. എന്താ പറയല്? വീട്ടിലേക്ക് എന്റെ സാധനം വരുമ്പോ ഭാര്യ സ്വീകരിക്കാൻ എത്തിയില്ലെങ്കിൽ ഈ കുരിപ്പുകൾ എവിടെ ഇരിക്കുന്നറിയും. ഈ കുരിപ്പുകള് ആ പെരയുള്ളവർ മുഴുവൻ കുരിപ്പുകളായി മാറും. ഇവിടെ കൊല്ലത്ത് അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായമില്ല, ഇല്ലാതും അഭിപ്രായമില്ല അല്ലേ? അതുണ്ടാകാൻ പാടില്ല. നമ്മൾ ആളില്ലാത്ത സ്ഥലത്തേക്ക് കിടക്കുമ്പോ എന്ത് ചൊല്ലിയിട്ടാ കിടക്കുക? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ
വയലായ്മ. അപ്പൊ തങ്ങളുണ്ടാവും നമ്മളെ മുന്നിലും പിന്നിലും ഉള്ളും പുറത്തൊക്കെ ആരുണ്ടാവും? ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ ഇത് മനസ്സിലാക്കിയ മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം. ഇതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെയുള്ള അശറത്തുൽ മുബശ്ശറത്തി, ബദരീങ്ങൾ, ഉഹദീങ്ങൾ, എല്ലാ സഹാബത്തും ഹബീബ് റസൂലുള്ളാഹിക്ക് ഈ ഖദറും ഈ ജലാലും ജമാലും മനസ്സിലാക്കി അവർ 24 മണിക്കൂറും ആരെ കൂടെ ഇരുന്നു പോയി? ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ സാന്നിധ്യത്തിൽ ഇരുന്നു പോയി. എന്നിട്ട് ഇങ്ങനെ വരുമ്പോ തങ്ങളെ മജ്ലിസിക്ക് വരുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയും. എന്നിട്ട് തങ്ങളെ ചുണ്ടുമൊക്കെ ഇങ്ങനെ നോക്കും, തങ്ങൾ സലാം മടക്കുന്നുണ്ടോ? തങ്ങൾ ചുണ്ടടക്കിയില്ലെങ്കിൽ സഹാബത്തിന് തുടങ്ങി പേടി, പഠിച്ചോനെ ഞാൻ സലാം പറഞ്ഞിട്ട് ആരും മടക്കിയിട്ടില്ല, ആരും മടക്കിയിട്ടില്ല. മുത്തുനബി സലാം മടക്കിയില്ലെങ്കിൽ എനിക്ക് അള്ളാന്റെ അടുക്കൽ സലാമത്തില്ല. മുത്തുനബി സലാം മടക്കിയില്ലെങ്കിൽ എനിക്ക് ആരടുക്കൽ സലാമത്തില്ല. ഈ ലോകത്തിന്റെ അധികാര പവറാണ് ആര്? ഹബീബ് റസൂലുള്ളാഹി. തമ്മാടിക്ക് ദോഷം പുറത്തു കൊടുക്കുന്നത് ആരാണ്? ഹബീബ് റസൂലുള്ളാഹി. എല്ലാ റഹ്മത്തും എല്ലാ റഹ്ഫത്തും എല്ലാ പ്രത്യേകതയും ആരെ കയ്യിലാ കൊടുത്തിട്ടുള്ളത്? ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഖുർആനിന്റെ ആയത്തുകളിൽ മാത്രം പഠനം നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് മനസ്സിലാക്കിയ സഹാബത്തിന്റെ ജീവിതം, അത് മനസ്സിലാക്കിയ താബീങ്ങളുടെ ജീവിതം, ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, തങ്ങൾ പാപ്പാനെ കൂടുതലിരുത്തി നിങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയതായിരിക്കും. നീട്ടി പറയുക എന്നത് അത്ര യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി ഞാനൊരു ആമുഖങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മഹാന്മാരൊക്കെ ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനെ ആശ്രയിച്ചു. ബഹുമാനപ്പെട്ട അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ ശൈഖിന്റെ മശായിഖന്മാരിൽപ്പെട്ട മഹാനാണ് അബൂബക്കർ ശിബിലി. നമ്മളെ ഈ മഹത്തായ തസവുഫിന്റെ ഇമാം ആരാന്ന് ചോദിച്ചാൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആണ്. ആ ജുനൈദുൽ ബഗ്ദാദിയുടെ നേരെ ശിഷ്യനാണ് ആര്? അബൂബക്കർ ശിബിലി തങ്ങള്. മഹാനവറുകളെ ഞാൻ ബഗ്ദാദിൽ 2 കൊല്ലം മുമ്പ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എന്തൊരു സുന്ദരമായ നാടാണ് ബഗ്ദാദ് നാട്. ഇറാഖ് എന്ന് പറയപ്പെടുന്ന നാട്. റഹ്മാനായ റബ്ബേ, എത്ര ആയിരക്കണക്കിന് മഹത്തുക്കള്, ഔസുല്ലാദമിനെ പോലുള്ള മഹത്തുക്കൾ, മൂസൽ കാദിം തങ്ങള്, മഅറൂഫുൽ ഖർഖി തങ്ങള്, സിർരി സിഖ്തി തങ്ങള് പോലുള്ള മഹാന്മാരൊക്കെ മറുപടി കൊടുക്കുന്ന നാട്. അബൂബക്കർ ശിബിലി തങ്ങള് വഫാത്താകാൻ കിടക്കുമ്പോ അവിടുത്തെ ശിഷ്യന്മാര്, കൂടെയുള്ള ആളുകള് മഹാനവറുകൾക്ക് ദിക്ർ ചൊല്ലിക്കൊടുത്തോ. ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോൾ മഹാനവറുകൾ ചൊല്ലി. എന്താ ചൊല്ലിയത്? ദിക്റല്ല ചൊല്ലിയത്, മൂപ്പര് ചൊല്ലിയ വരിയാണ്. ഇന്നാ ബൈതൻ അന്ത സാകിനുഹു വയറൂമുഹിതാ ജിന്നില സുറുജി. വല്ലാപുരയിൽ നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. ഈ വരിയ മൂപ്പര് ചൊല്ലിയത്. അത് മൂപ്പരെ കുറിച്ച് നെക്കില ചെയ്തോടുത്ത് ഒയ്യൂറുന്നുള്ളത്. മൗലൂദിൽ എന്താ ഉള്ളത്? ലൈസ എന്നുള്ളത്. മൈനയിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് ഫീലാണെന്ന് മാത്രം, ഒന്ന് ഇസ്മാന്ന് മാത്രം. അത്രയുള്ള വ്യത്യാസം ഇപ്പോൾ അതിലുള്ളൂ. ലൈസ ഫീലാണ്, ഒയ്യൂറു ഇസ്മാന്ന് മാത്രം. ഒയ്യൂറു മൊഹിത്താജിന്നില സുറുജി. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ വെയിറ്റ് ചൊല്ലിയപ്പോ, ഈ വരി ചൊല്ലിയപ്പോ എന്താണ് ദിക്ർ ചൊല്ലി കൊടുത്തപ്പോ ഈ വരി ചൊല്ലിയത്? ഇതിനെക്കുറിച്ച് മഹത്തുക്കൾ വിശദീകരിക്കുന്നത്, വല്ല പുരയിലും നബിതങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വേറെ വിളക്ക് വേണ്ട കുട്ടികളെ എന്ന് പറഞ്ഞാൽ എന്റെ കൽബിൽ റസൂലുള്ളാഹിന്റെ നൂറ് തിളങ്ങുകയാണ്. അതുകൊണ്ട് തങ്ങളെ നൂറ് എന്റെ കൽബാകുന്ന വീട്ടിലുണ്ടാകുമ്പോ നിങ്ങൾ ചൊല്ലി തന്നില്ലെങ്കിലും ഞാൻ എന്ത് ചൊല്ലും? ഞാൻ ദിക്ർ ചൊല്ലുന്നുണ്ട് കുട്ടിയാളെ എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. മുത്തുനബിന്റെ ഒളിവ് ഒരു വീട്ടിലുണ്ടായാൽ അവിടെ വേറെ വിളക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ സാരെന്താ? റസൂലുള്ളാഹിന്റെ നൂറ് ഒരു മോമിനിന്റെ കൽബിൽ നിറഞ്ഞു നിന്നാൽ എന്ത് വേണ്ട? അവിടെ പിന്നെ വേറൊരാൾ ചൊല്ലിത്താൻ ഏത് ഐസിയിലാണെങ്കിലും ഏത് വെന്റിലേറ്ററിലാണെങ്കിലും അവന്റെ അവസാന സമയം എന്ത് ചൊല്ലി മരിക്കും? ദിക്ർ ചൊല്ലി മരിക്കും. അപ്പൊ കുണ്ടൂർ ഉസ്താദൊക്കെ പറയല്, റബീഉൽ വന്നാൽ ആരെയും വന്നാല് പേരിൽ 1000 വട്ടം ചൊല്ലിക്കോന്ന. ഏത് വരി ചൊല്ലിക്കാണ്? ഇന്നാ ബൈതൻ അന്ത സാകിനുഹു
ليس فحتا جنيل السرج صلي رب العالمين على سيد الكونين والسرج. ഓരോ വരികളും മങ്കൂസ് മൗലൂദിന്റെ ഓരോ വരികളും വളരെ അർത്ഥവത്താണ്. കൊണ്ടൂർ ഉസ്താദ് മദീന മുനവ്വറിന്റെ മുമ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച വരി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിവാക്കാം. ഞാൻ പറഞ്ഞിട്ടേ ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي ارتكبت على الخطا وعدد لك أشكو فيه يا سيدي خير النبي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا. ഇത് ആയിരക്കണക്കിൽ ചൊല്ലിയ മഹാനവറുകൾ 966 ഹജ്ജിന് പോയി റൗളയിൽ നിന്ന് ഉജറത്ത് ഷരീഫിലേക്ക് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവർ കണ്ട കാഴ്ച അത്ഭുതം കണ്ടു ഞങ്ങൾ സന്തോഷത്തോടെ. അൽ അമീനായ മുത്ത് ആവേശത്തോടെ ആവേശത്തോടെ. ഞാൻ മറ്റൊരു അത്ഭുതം കണ്ടിട്ടുണ്ട് കുട്ടികളെ. അതാരാണ്? അല്ലമീനായ മുത്താണ്. 966 ഹജ്ജിന് പോയപ്പോ ഉജറത്ത് ഷരീഫിക്ക് നോക്കിയപ്പോ കണ്ട കക്കാൻ കാണും, നമ്മളും കാണും. ചെല്ലണം സ്വലാത്ത് നല്ലോണം ചെല്ലണം. 1000 10,000 ചൊല്ലി. ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. يا نبي الله يا حبيب الله خذ بيدي قلت هيلتي أدركني خذ بأيدينا قلت هيلتنا أدركنا انظرنا أدركنا انظرنا أدركنا انظرنا يا رسول الله. ഹബീബായ നബി തങ്ങളെ എപ്പോഴും മുറാഖബ ചെയ്യാൻ വർദ്ധിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. നമ്മളൊക്കെ ദുആ ചെയ്യണം. നമ്മളൊക്കെ മഹാപാപികളാണ്. നമ്മളൊക്കെ ഇങ്ങനെ നെളിഞ്ഞു നിന്ന് നടക്കുകയെന്നല്ലാതെ എവിടെയും മാനസികമായോ ആത്മീയമായോ എത്താൻ കഴിഞ്ഞിട്ടില്ല. റഹ്മാനായ റബ്ബ് യാ സയ്യിദി യാ റസൂലല്ലാഹ്. സയ്യിദി എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് ഉപയോഗിക്കാൻ, സലാം പറയാൻ, സലാത്ത് ചെല്ലാൻ, ആയിരക്കണക്കിൽ പ്രാവശ്യം ഒരു ദിവസം ചെല്ലാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ മജ്ലിസ് അതിന് കാരണമാക്കി തരണം അല്ലാഹ്. ഞങ്ങളൊക്കെ മുത്തുനബിന്റെ ശഫാഅത്തിൽ ചേർക്കണം അല്ലാഹ്. ഞങ്ങളൊക്കെ ദുആ ചെയ്യണം വസിയ്യത്ത് ചെയ്ത് ആഖിർ ദഅവാന റസൂലുള്ളാഹിനെ കുറിച്ച് നല്ലോണം പഠിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.